ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു. അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളുടെ ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തെ ഏക ആത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. സ്ഥിരമായി പറഞ്ഞു ഹല്ലേലൂയ. ശബ്ദം എടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. എന്ന് ഞാൻ കൃപയെക്കുറിച്ച് പറയുന്നത്, ഈ കൃപ എന്നത് ഈശോയാണ്. ഈശോ നമ്മിൽ അതാണ് ശരിക്കും. ഈ കൃപ നമുക്ക് ആദ്യം കിട്ടുന്നത് നമുക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ സഭയിൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈശോയെ കർത്താവും രക്ഷകനായി ഏറ്റു പറഞ്ഞുകൊണ്ട് തിരുസഭയിൽ മാമോദീസ വയ്ക്കുമ്പോൾ നമ്മിലേക്ക് പ്രസാദവരം വരികയാണ്. ഈശോ തന്നെ വരികയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ട്. ഈ ഇരിക്കും നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു സത്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃപ കിട്ടിയവരാണ്. നിങ്ങൾ കൃപ ഈശോയെ കിട്ടിയവരാണ്. മാമോദീസയിലൂടെ ഈശോ നിങ്ങളുടെ ആത്മാവിലുണ്ട്. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ദൈവജനത്തിന് ഏറ്റവും ഒരു പ്രശ്നം ഈശോ നമ്മളുണ്ടെന്ന് തോന്നലല്ലത്. 100% ഈശോയുടെ സാന്നിധ്യമുണ്ട്. പൗലോസിനെ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇത് തിരിച്ചറിയണം. ഒരുപക്ഷെ ഞാൻ ഈ അണക്കരയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു അടയാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു, ഒരുപാട് രോഗശാന്തികൾ നടക്കുന്നു, പൈശാചിക ശക്തികളുടെ ബഹിഷ്കരണങ്ങൾ നടക്കുന്നു, ഒത്തിരി സംഭവങ്ങൾ. ശരി, അത് തീർച്ചയായിട്ടും ആലയത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകളെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ ആളുകളെ വിട്ടുപോകുന്നതായിട്ട് കാണാറുണ്ട്. അതും തിരഞ്ഞെടുക്കപ്പെട്ട മക്കളിൽ ഒത്തിരിയേറെ എന്ന് വെച്ചാൽ മാമോദീസ സ്വീകരിച്ച് സഭയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കുമ്പസാര കൂദാശ ജീവിതമൊക്കെ നയിക്കുന്നു എന്ന് പറയുന്ന ആളുകളെന്ന് പോലും പൈശാചിക ശക്തിയിൽ അലറിക്കൊണ്ടു പോകുന്നത് ഞാൻ തന്നെ കണ്ട കാര്യമില്ല, ഒരു ജനം കണ്ടിട്ടുണ്ട്. കണക്കരൽ ഏകദേശം പറഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ മൊത്തത്തിൽ ഒരു 10-60 ലക്ഷം പേര്, 60 അത് കൂടുതൽ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തിയിട്ടുണ്ട്. ഒരുപാട് ധ്യാനങ്ങൾ കേട്ട് ആളുകളൊന്നും കൂടും. ഇപ്പോഴും നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇവിടെ എൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റുന്നൊരു. അതായത് നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, ദൈവാത്മാവ് വസിക്കുന്നുണ്ട്, സത്യാത്മാവ് വസിക്കും. അതിന് യാതൊരു സംശയമില്ല. അതിന് ചില അടയാളങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായൊരു വലിയൊരു സാക്ഷി അനുഭവം ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. മിനിങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തിങ്കളാഴ്ച ദിവസം ഞാൻ ഇംഗ്ലണ്ടിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എനിക്കറിയാവുന്നൊരു ഫാമിലി അവർ എന്നെ എയർപോർട്ടോട്ട് കൊണ്ട് വിടുകയാണ്. അപ്പോൾ ഇവനെ എനിക്കറിയാവുന്നതാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്നൊരു കുടുംബമാണ്. ഒരു വലിയ സാക്ഷ്യമാണ്. സാക്ഷ്യം വെച്ചാൽ ഇങ്ങനെ സംഭവം കേട്ട് നിങ്ങൾ പേടിച്ചു പോകുന്ന സംഭവമാണ്, വിശ്വസിക്കാൻ പറ്റുന്നത്. അതായത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്. ഞാൻ പലപ്പോഴും ലോകത്ത് ഞാൻ അനുഭവം, അതായത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് ദൈവം എഴുതിക്കുന്ന ചില വചനം. ആ വചനം അങ്ങനെയുള്ള ഒത്തിരി സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സാധാരണ മനുഷ്യന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ചില അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. ഈ സംഭവം പറയുന്ന ഇങ്ങനെയാണ്. ഇവൻ പറയായിരുന്നു, ഒരു വർഷം, അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവൻ അണക്കര വന്നിട്ട് ഇവൻ്റെ ഭാര്യയും ഇവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഇവർ ഇംഗ്ലണ്ടിൽ വെച്ച് ആണ് 3ാമത്തെ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞൊരു പ്രത്യേകതരം ഒരു അലർജി, മിൽക്കിൻ്റെ അലർജി, പാലിൻ്റെ അലർജി എന്ന് പറയും. അപ്പം അത് അലർജി വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ റാഷസ് വരും, ശ്വാസം മുട്ടും, ശരിക്കും മരണവിപ്രാളം, മരിച്ചു പോകും. കാരണം അത്ര സീരിയസ് അലർജിയെക്കുറിച്ച് അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് കൂടിക്കഴിഞ്ഞ് വന്നാൽ ആ കുട്ടി മരിച്ചു. ഇവർ ഈ സമയത്ത് ഇതിനെ കൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഉടനെ വെന്റിലേറ്ററിലിടും, അല്ലെങ്കിൽ ട്രിപ്പ് ഇടും. അങ്ങനെ മണിക്കൂറുകൾ, ദിവസങ്ങൾ വേണം ഈ കൊച്ചിന് നോർമൽ ആണെങ്കിൽ. പാലിൻ്റെ ഒരു വംശം എന്ന് പറയുന്നത്, അത് ഇവർ പറയുന്നത് ഈ അലർജിയുടെ ലെവല് പറയുന്നത് പറയാം. ക്യാൻസറിനെ കുറിച്ച് പറയുന്നത് 1st ലെവൽ, 2nd സ്റ്റേജ്, 3rd സ്റ്റേജ്, 4th സ്റ്റേജ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ അലർജിയുടെ സ്റ്റേജ് 4th സ്റ്റേജാണ്. അപ്പോൾ ഈ ഡോക്ടർമാരും ഈ ഒരു വർഷമായിട്ട് ഇത് ഈ കൊച്ചിനെ പല ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു ഒരിക്കലും മാറാൻ പോകുന്നില്ല,
മാത്രമല്ല ഇത് മരണം വരെ കുട്ടി മരുന്നെടുക്കേണ്ടി വരും. മരണം വരെ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്ട്സും ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, 1 വയസ്സ് ഈ കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങിയത് 1 വയസ്സോളായപ്പോഴത്തേക്ക് ഇത് ക്രിട്ടിക്കലാണ്. കാരണം വീട്ടിൽ ഒരു ഭക്ഷണം കുഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ബേബി ഫുഡിൽ എല്ലാ ഫുഡിലും തന്നെ മിൽക്കിൻ്റെ അതിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ അവർ ഞങ്ങളിങ്ങനെ ഈ ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇൻ്റലിജൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് ഈ പാലിൻ്റെ അംശമില്ലാത്ത ഫുഡുണ്ടോ നോക്കും. കിട്ടാൻ വളരെ ചുരുക്കമാണ്, ഒരു രക്ഷയില്ല. മാത്രമല്ല ഇവർ മറ്റു കുഞ്ഞുങ്ങൾ പാലെല്ലാം കുടിച്ച ശേഷം എന്തെങ്കിലും കുടിച്ചിട്ട് വെറുതെ കുഞ്ഞിൻ്റെ മുഖത്തൊന്ന് ചുംബിച്ചാൽ മതി. അപ്പം ആ പാലിൻ്റെ അംശം ദേഹത്ത് സ്കിന്നെ തൊട്ടാൽ മതി, പെട്ടെന്ന് അലർജി കിട്ടിയിരിക്കണം, നീരായി. പിന്നെ ഇവർ ഞങ്ങൾ ഓടുകയാണ്, മരിച്ചു എന്ന് ഉറപ്പാണ്. അതുപോലെ സീരിയസ് ആണ്. അപ്പം അങ്ങനെ ഈ കൊച്ചിനെ കൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ അനുഭവിക്കാത്ത വേദന ഈ ഭൂമിയിൽ ആര് പറഞ്ഞാലും വിഷമിക്കില്ല. അവർ പറഞ്ഞു അതുപോലെ ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് തോന്നി ഈശോയുടെ അന്നവൻ്റെ ശക്തമായ പ്രേരണ വന്നിട്ട് ഒരു അണക്കര വരാൻ തീരുമാനിച്ചു. അപ്പോൾ 1 വയസ്സിൽ അപ്പോൾ ഒരിടത്ത് കൊണ്ടുപോകത്തില്ല, കൊച്ചിൻ്റെ ചുംബിക്കാൻ പറ്റും. കാരണം എന്തെങ്കിലും അറിയാതൊരു പാലിൻ്റെ അംശം ഒരു പൊടിക്ക് ദേഹത്ത് വന്ന് തൊട്ടാൽ മതി, ആ നിമിഷം കൊച്ചിന് അലർജിയാണ്. 1 വയസ്സേ ഉള്ളൊന്നും ഓർത്തണം, 1 വയസ്സായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്താണ് ഇവർ പറഞ്ഞ് ഞങ്ങൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ അണക്കരയ്ക്ക് പോരുകയാണ്. അണക്കര വന്ന് ഞങ്ങൾ അവിടെ ആ സമയത്ത് ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ധ്യാനത്തിനിടയിൽ എന്നോട് അവരുടെ സ്നേഹിതർ എന്നെ വിളിച്ചു, അച്ഛൻ ഒരു സ്പെഷ്യൽ കേസാണ്, സീരിയസ് കേസാണ്, അന്ന് അച്ഛൻ കണ്ട് പ്രാർത്ഥിക്കണം നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കൊച്ചിനെ കൊണ്ട് എൻ്റെ അടുത്ത് ഇവർ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഈ കുഞ്ഞിനോട് വന്ന് അപ്പനമ്മയും കൊണ്ട് വന്നു. അവർ പാവപ്പെട്ട നല്ല മനുഷ്യരാണ്. അപ്പം അവരുടെ ആ കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മാക്സിമം 1 മിനിറ്റ് പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒന്ന് പ്രാർത്ഥിച്ചു, ഹോളി വാട്ടർ തളിച്ചു, കൊണ്ടുപോയിക്കോളാനും പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പറയാണ് ആ നിമിഷം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ അലർജി രോഗം എന്നേക്കുമായിട്ട് മാറി. ആ നിമിഷം മാറിപ്പോയെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പറയും പാലിനകത്ത് കുളിപ്പിച്ചാൽ പോലും കുഴപ്പമില്ല, കുടിപ്പിച്ചാലും കുഴപ്പം. ആ സെക്കൻഡിൽ ഈ സംഭവം വിട്ടുമാറി എന്നേക്കായിട്ട്. തിരിച്ചു ഒരു ആശുപത്രി ചെന്ന് ഡോക്ടർ പറഞ്ഞു, അവിടുത്തെ UK ഹോസ്പിറ്റലിൽ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർമാർ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിന് ഡിസ്ചാർജ് പേപ്പർ തരാം. അവരും ഡിസ്ചാർജ് ഇറത്താൻ പറ്റത്തില്ല, കാരണം ഈ കുഞ്ഞിന് അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, അങ്ങനെ സംഭവം ഉണ്ടാകത്തില്ല. അവർ ഇതുവരെയായിട്ട് അവർ ഡിസ്ചാർജ് കൊടുക്കില്ല. കാരണം ഇങ്ങനെ സംഭവം ഉണ്ടാകില്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ കുട്ടി സോക്കിപ്പെട്ട് കഴിഞ്ഞു. എന്താണ് എൻ്റെ അർത്ഥം? ഒറ്റ അർത്ഥമുള്ളൂ, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്തൊക്കെയെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടല്ലേ സംഭവിച്ചത്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അല്ല, ഒരിക്കലും സംഭവിക്കത്തില്ല, ഇങ്ങനെ സംഭവിക്കത്തില്ല. ആ കുട്ടിയിലെ പൈശാചിക ബന്ധനം എന്തുകൊണ്ട് രോഗമാകട്ടെ എന്തുകൊണ്ട് അത് വിട്ടുപോകണമെങ്കിൽ അവിടെ എന്നിൽ ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടാകണം. എന്നിലുണ്ടെങ്കിൽ അത് നിങ്ങളിലുണ്ട്. കാരണം നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ്. ദൈവം തെരഞ്ഞെടുത്ത മക്കളാണ് നിങ്ങൾ. ശബ്ദപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ച് 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങൾ. പൗലോസ് പറഞ്ഞു നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങളിൽ പരിശുദ്ധം. അതുകൊണ്ടാണല്ലോ 2 കൊരിന്തോസിന്റെ 13:5-6 വചനത്തിൽ പൗലോസ് നൽകുന്ന ഏറ്റവും വലിയൊരു ജ്ഞാനത്തിന്റെ വചനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ പരിശോധിക്കും, പരീക്ഷിക്കുവിൻ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സഭയില് മാമോദീസ എന്നുള്ള വലിയ കൂദാശ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളേക്ക് കൃപാവരം ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ഇരിക്കാൻ നിങ്ങളൊക്കെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ, ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങൾ ഈശോയുടെ സാന്നിധ്യമുണ്ട്, ഇത് നിങ്ങൾ അറിയണം. നിങ്ങൾ ഏറ്റവും വലിയ അറിവ് നിന്റെ ഹൃദയത്തില്, നിന്റെ ശരീരത്തില് ഉത്ഥിതനായ ഈശോ വസിക്കുന്നുണ്ടെന്ന് നീ അറിയണം. ഇത്
യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അവർക്ക് സ്തുതിച്ചു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ബന്ധനം മൊത്തമായിട്ട് അടിയട്ടെ, അടിയട്ടെ, കൈകളടിച്ച്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനോട് പറഞ്ഞു, അച്ഛാ ഇത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല ഇത്രയും സംഭവം. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കഴിവല്ല, ഞാൻ ആരുമല്ല, പക്ഷെ ഞാനാണെന്ന് വെച്ചാൽ ഒരു വൈദ്യ കർത്താവിൻ്റെ സഭയിൽ അഭിഷിക്തനായ ഒരു പുരോഹിതനാണ് ഞാൻ മാമോസ സ്വീകരിച്ചയാളാണ്. ഞാൻ കൂദാശകൾ സ്വീകരിക്കുന്നതും പരികർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിൽ പരിശുദ്ധാത്മ ഉണ്ട്. ആ രൂപിയുടെ വെളിപ്പെടുത്തലാണ്. ഏറ്റവും വലിപ്പം എന്താ വെച്ചാൽ ഒരാൾ ആത്മാവുള്ളതിന്റെ കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പാരമ്പര്യം പറയും, അതൊന്നുമല്ല വലുത്. നമ്മളിൽ ആരുണ്ട്? ഈശോ ഉണ്ടോ? തിരിച്ചറിവാണിത്. ഈ തിരിച്ചറിവിൽ നമ്മളെ മാറ്റുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ തിന്മയുടെ സ്വാധീനങ്ങൾ. ഞാൻ പറഞ്ഞപ്പോൾ ഇത് വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ അഗസ്തീനോസിന്റെ ചരിത്രം പഠിക്കുന്നല്ല. അഗസ്തീനോസ് നാളെ നമുക്കറിയാം മോനിക്ക പുണ്യത തിരുനാൾ ആചരിക്കും. പ്രൈസ് ദി ലോർഡ്. മോനിക്ക പുണ്യത തുടങ്ങിയാൽ 332 AD ശരിക്കും പറഞ്ഞാൽ ഈ മോനിക്ക പുണ്യത ജനിക്കുന്ന പറയുന്നത്. മോനിക്കപ്പോഴുടെ ചരിത്രം പറയുമ്പോൾ മോനിക്കപ്പോഴുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ നല്ലൊരു യുവതി നന്നായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നല്ല ഉത്തരവാദിത്വപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കെ അവിടെ പറയുന്നൊരു ചരിത്രമുണ്ട്. ഇവൾക്കൊരു ദുശീലം ഉണ്ടായിരുന്നു. ദുശീലം എന്ന് വെച്ചാൽ ചെറുപ്പത്തിനുള്ള കുഞ്ഞു ദുശീലം. അന്നൊക്കെ ഇവർ ഈ വീഞ്ഞു വിളമ്പ് ഇവരുടെ ഭക്ഷണമേശയിൽ. അപ്പം അങ്ങനെ ഈ മോനിക്കയായിരുന്നു വീട്ടിലുള്ളവർക്ക് വീഞ്ഞു വിളമ്പ്. ആ കൂട്ടത്തിൽ കുടിക്കുമായിരുന്നു. അങ്ങനെ 16 വയസ്സായ വരെ ഇങ്ങനെ മദ്യപാനത്തിൽ കിട്ടുമായിരുന്നു. 16ാമത്തെ വയസ്സിൽ മോനിക്കയുടെ വേലക്കാരത്തി, അവിടുത്തെ വീട്ടിലെ വേലക്കാരത്തി ഇവളിങ്ങനെ കുടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് മേലെ കുടിക്കരുത് ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അങ്ങനെ ഈശോട് പോയി മാപ്പ് പറഞ്ഞ് കുമ്പസാരിച്ച് ഈ മോനിക്ക ആ മദ്യപിക്കുന്ന ചെറിയൊരു ശീലം അത് കളയാണ് 16ാമത്തെ വയസ്സിൽ. അതിനുശേഷമാണ് പിന്നീട് കല്യാണം ഒരു നിരീശ്വരവാദി അങ്ങനെ ഒരാളിനെയാണ് കല്യാണം കഴിക്കുന്നത്. ആൾ ക്രിസ്ത്യാനി ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ആ നാളുകൾ 3 കുട്ടികൾ ജനിക്കുന്നുണ്ട്. മൂത്തയാളാണ് വിശുദ്ധ അഗസ്തീൻ എന്ന് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതൊരു ആണുണ്ട്, പിന്നെ ഒരു സഹോദരിയുണ്ട്. ചരിത്രം പറഞ്ഞതനുസരിച്ച് അഗസ്റ്റിൻ്റെ സഹോദരി ഒരു സന്യാസിനിയെ തീരുന്നുണ്ട്. അഗസ്റ്റിൻ്റെ സഹോദരൻ പോയിട്ടൊരു കല്യാണം കഴിച്ചിട്ട് 3 പെമ്മക്കളുണ്ടായി. 3 പേര് സന്യാസിനിയെ തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത് കുടുംബമായിട്ട് മാറുന്നതാണ്. ശ്രവണ ഹല്ലേലൂയ. അഗസ്തീനോസ് പഠിക്കാനായിട്ട് പോകുമ്പോൾ അവൻ മാമോസ സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പൻ ക്രിസ്ത്യാനില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞിന് മാമോസ കൊടുത്തില്ല, അഗസ്റ്റിന് മാമോസ കൊടുത്തില്ല. പുള്ളി ഇങ്ങനെ പോകുന്ന വഴി വിട്ടു പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് വെച്ചൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിലേക്ക് പെടുന്നുണ്ട്. അതിൽ കുട്ടി പോലും ജനിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ മോനിക്കയുടെ കണ്ണുനീര് മുഴുവൻ, പ്രാർത്ഥന മുഴുവൻ ഒന്ന് മാത്രമേ ഉള്ളൂ, മകൻ്റെ ആത്മരക്ഷ. വേറൊന്നും നോക്കുന്നില്ല. അമ്മയ്ക്കറിയാം അവന് വീണ്ടും അവന് മാമോദിസ കൊടുക്കണം, അവനുള്ള ഈശോയെ കൊടുക്കണം. ഇത് മാത്രമായിരുന്നു ഈ അമ്മയുടെ മോനിക്കയുടെ ആഗ്രഹം. ഇവനെ ഒരു ക്രിസ്ത്യാനിയാക്കണം, ഇവനെ യേശുവിൻ്റെ മകനാക്കണം, അവന് കൃപ കൊടുക്കണം, അവൻ പാപത്തിൽ നിന്ന് മാറണം, വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പം അവനെ ഈ പാപത്തിൽ കഴിയുമ്പോൾ അവനെ തേടി അവൻ്റെ കൂടെ പോയി താമസിച്ചിട്ട് ഒരുപാട് അമ്മ കഷ്ടപ്പെട്ട് കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ട് മാത്രം അവസാനം ഇവരെ മാനസാന്തരം കൂട്ടിക്കൊണ്ടുവരാം. ശ്രമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് അവസാനം ഇവനൊരു വലിയൊരു മാനസാന്തര അനുഭവം. ഇവനോട് ബൈബിൾ വചനമെടുത്ത് വായിക്കുമ്പോൾ റോമാലേഖനം 13:11 മുതൽ 14 വചനം വായിക്കാൻ ഇടയാകുന്നുണ്ട്. ആ വചനമാണ് ഇവൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നതും വലിയൊരു മാനസാന്തരത്തിലേക്കും കയറി വരുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്ന കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് മദ്യപാനം, ജഡിക പാപങ്ങൾ, മറ്റു തിന്മകൾ പുറത്തു വരാനായിട്ടുള്ള ശക്തമായി പ്രേരണ കൊടുക്കുന്നുണ്ട്. ആ പ്രേരണയുടെ ഫലമായിട്ട് ആ വചനത്തിൻ്റെ ശക്തിയാൽ ഇവന് വലിയ മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞു ഹല്ലേലൂയ. പിന്നീട് ഇവന് അനുദപിച്ച് മാറുന്ന എല്ലാ വലിയ സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാം. പിന്നെ ഇവൻ വൈദികനാകുന്നു, മെത്രാനാകുന്നു, വിശുദ്ധനായിട്ട് ഉയർന്ന് കാണാൻ പറ്റും. വലിയൊരു മാറ്റം. ഞാൻ വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരും വചനത്തിലേക്ക് വേണ്ട. അതായത് ഈ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ പിന്നീട് ഈശോ അനുഭവത്തിലേക്ക് വരും പറയുന്നുണ്ട്, ഈ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവുകൊണ്ട് തിരിച്ചറിവുണ്ടാക്കണം. ഏറ്റവും വലിയ അറിവ്, ആ അറിവിലേക്കാണ് ഈ അഗസ്തീനോസ് ഉയർന്നു വരുന്നത്. പക്ഷെ അതിന് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ഒരു കാലത്ത് അവനിലുള്ള ജഡിക പാപങ്ങളും മദ്യപാനവും എല്ലാം.
നമ്മുടെയൊക്കെ കുടുംബങ്ങളെ തകർച്ചയുടെ കാര്യം എന്താ? ഈ ദൈവത്തെ, നമ്മളിലെ ശരീരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ പറ്റാതെ, നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ പഠനങ്ങൾ, ബോധ്യങ്ങൾ, അപ്പോൾ ദുശ്ശീലങ്ങൾ, മദ്യപാനം, സെക്സ്. ഇന്ന് കാണാം ഒരുപാട് പേര് സമൂഹത്തിന് മദ്യപാനത്തിന്, സെക്സ്, അഡൾട്ടറി, ഭയങ്കര ഫോർണിക്കേഷന്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതികൾ, അതുപോലെ സിനിമകൾക്ക് അടിമകൾ, ഇതെല്ലാം വരുമ്പോഴേക്കും ഈ ദൈവ സാന്നിധ്യം നമ്മൾ അറിയാതെ പോകുക. നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുക. നാം സ്വീകരിച്ച ഈശോയെ നമ്മൾ വേദനിപ്പിക്കുക. മക്കളെ, നമ്മെ സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ വേദനിപ്പിക്കുക. അത് നമ്മൾ സംഭവിക്കുന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ സ്തുതിക്കാൻ പറ്റും. രണ്ട് കരങ്ങൾ സ്തുതിച്ച് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉറക്കെ കൈയടിച്ച്, ശക്തമായിട്ട് കൈയടിച്ചു. ആമേൻ. ശരിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ മാറും. ഈ ദിവസങ്ങൾ നമ്മൾ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില തടസ്സങ്ങൾ, ബന്ധനങ്ങൾ അഴിയണം. ഈ ബന്ധനങ്ങൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈ കൃപ നമ്മൾ അറിയില്ല. നാം ഈശോയെ വേദനിപ്പിക്കുന്നവരായിട്ട് മാറും. നമ്മൾ ഈശോയ്ക്കെതിരെ പാപം ചെയ്യുന്നവരായിട്ട് മാറും. ഈശോയെ ദ്രോഹിക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നേരെ മറിച്ച് നമ്മൾ എളിമപ്പെട്ട് നമ്മൾ ഈശോയിലേക്ക് വരിക, അനുതാപത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ നമ്മളിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യം തിരിച്ചറിയാൻ പറ്റും. ഇരിക്കും നിങ്ങളെല്ലാം അറിയേണ്ട ഒരു രഹസ്യമുള്ളൂ. നമ്മളിലുള്ള ഈശോയെ നമ്മൾ കണ്ടുമുട്ടുക, നമ്മൾ പ്രവർത്തിക്കുന്ന ഈശോയെ കണ്ടുമുട്ടുക. നമ്മളിൽ വന്ന് ഈശോയുടെ കൃപയുണ്ട്. ഈ കൃപ, ഈ വേദനിപ്പിച്ച ഈശോ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കുക, തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക. അത് വരാതെ നമുക്കൊരു രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് ശരിക്കും ഞാൻ ഈ നാളുകൾ ഏറ്റവും മനസ്സിലാക്കിയാണ്, ഏറ്റവും കൂടുതൽ ബന്ധനമുള്ളത് ആർക്കാണ്, ഏറ്റവും കൂടുതൽ പൈശാചിക പീഡയുള്ള ആർക്കാണ്, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന ആരെയാണ്, ആരുടെ വഴികളെയാണ് പിശാച് അടയ്ക്കുന്നത്, മുന്നോട്ട് പോകുന്ന വഴികളെ അടച്ചുവിടുന്ന ആര്? ഒറ്റയാൾ. വിശുദ്ധി നഷ്ടപ്പെട്ട ആളുകളാണ്. വിശുദ്ധിക്കെതിരെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ തകർച്ചകൾ പെരുകുകയാണ്. വിശുദ്ധിക്കെതിരെ പാപം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ കുടുംബത്തിലെ പൈശാചികബന്ധനം 10 മടങ്ങായിട്ട് വർദ്ധിക്കുക. വിശുദ്ധിക്കെതിരെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് ഈശോയ്ക്കെതിരെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളാണ് ഈ ബന്ധനം മുഴുവനും. ഞാൻ ഈ നാളുകളിൽ ഒരുപാട് സ്ഥലങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയും, ഈ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ എന്താണ് ഇത്രമാത്രം പൈശാചിക പീഡ ആളുകളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത്? കുടുംബങ്ങളിൽ, ജോലി സ്ഥലത്ത്, പഠിക്കുന്നിടത്ത്, കുടുംബ ബന്ധങ്ങളെല്ലാം ഈ പൈശാചിക പീഡ ഒരുപാട് കൂടുന്നതിൻ്റെ കാരണത്തിൽ അശുദ്ധിയെ അവർ ആലിംഗനം ചെയ്യുന്നു. അവരിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അവർ അറിയുന്നില്ല. കൂദാശകളോട് സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെതിരായിട്ട് അവർ പെരുമാറുന്നു, ചിന്തിക്കുന്നു. അവർ പാപത്തെ അവർ കൂട്ടുപിടിക്കുന്നു. പാപമായിട്ട് പോലും അവർ കരുതുന്നില്ല. മദ്യപാനം, മയക്കുമരുന്ന്, ലഹരികൾ, അശുദ്ധ ബന്ധങ്ങൾ, ധനമോഹം, ഇതെല്ലാം കയറിപ്പിടിച്ചിട്ട് ഈ പരിശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. ഈ പരിശുദ്ധാത്മാവിലുള്ള ബന്ധം അവർ കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ പൈശാചിക ബന്ധനം കയറി സമൂഹത്തിലും കുടുംബങ്ങളും കൂടുന്നത്. ഞാൻ കാണാറുണ്ട്, അണക്കരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം പൈശാചിക ശക്തികൾ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നു ഒത്തിരി പേരിൽ. അപ്പം ഞാൻ അത്ഭുതം, എന്താ ഇതിൻ്റെ കാരണം? കാരണം അതേ ഉള്ളൂ, അവരുടെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാതെ അവരെ പാപത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ഈ ശരീരം പരിശുദ്ധമായി വിട്ടുകൊടുക്കണം. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ അവർ നേരെ തിരിച്ച് ഈ ശരീരത്തെ പാപത്തിന് സമർപ്പിക്കുക, തിന്മയ്ക്ക് സമർപ്പിക്കുക. അതുകൊണ്ടാണ് തിന്മയുടെ പീഡകൾ നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡെലിവറൻസ് എന്നുള്ള, അല്ലെങ്കിൽ പരിശുദ്ധമായ പ്രവർത്തനം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പാപ സാഹചര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നത്, അശുദ്ധമായ പ്രക്രിയകൾ മുഴുവൻ കളയാൻ തയ്യാറാണ്. അങ്ങനെ വിശുദ്ധിയിലേക്ക് ആഗ്രഹിക്കണം. 1 തെസ്സലോനിക്കർ 4:3, 4:7-8 വചനം പറയുന്ന പോലെ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയണം. സ്വരമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസിന്റെ 1:15 വചനമുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും. ഒന്ന് ഏറ്റു പറഞ്ഞേ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ഉച്ചത്തിൽ പറഞ്ഞേ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. 2 കരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളുടെ അശുദ്ധി കളയണം. ഈ പാപവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം.
അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 59-ാം അധ്യായത്തിൻ്റെ 1-2 വചനമുണ്ട്. അത് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് ബാധ്യത സംഭവിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങളും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്, അതിനാൽ അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പുസ്തകങ്ങൾ ധ്യാനം നടത്തുമ്പോൾ കാണാൻ പറ്റുമേ, ഏറ്റവും കൂടുതൽ പൈശാചിക ബന്ധനം നിറയ്ക്കുന്നത് പാപത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ച ജീവിതങ്ങൾക്ക്, ശരീരത്തെ പാപത്തിന്, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരികൾ, വെറുപ്പ്, ധനമോഹം, പേര്, പെരുമ, പ്രശസ്തി, അഹംഭാവം, നുണപറച്ചിൽ, വെറുപ്പ്, ഇതെല്ലാം സൂക്ഷിക്കുന്ന ആൾ, ഇതവൾ ജഡിക പാപങ്ങളുടെ വഴിയെ പോകുന്ന മക്കൾ, ഇവരിലാണ് ഈ പൈശാചിക ശക്തികളുടെ മുഴുവൻ പ്രവർത്തനം കൂടുതലായിട്ട് കാണുന്നത്. പൈശാചിക അവർ തകർത്ത് കളയുന്ന കാണാൻ പറ്റും, അവർ ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്ന കാണാൻ പറ്റും. കാരണം അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ലഭിച്ച ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. 2 കാര്യപ്പെടുത്ത ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറക്കുന്ന കൈയടിച്ച് ആമേ. വേറെ വലിയൊരു അത്ഭുതം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയൊരു മിറക്കിൾ സംഭവമാണ്. ഒരമ്മ അവരുടെ മകളെയും കുട്ടിക്കൊണ്ട് 10th എക്സാമിനായിട്ട് കൊച്ചൊരുങ്ങുകയാണ്. ആ കൊച്ചിൻ്റെ പ്രശ്നം വെച്ചാൽ കൊച്ചിൻ്റെ രോഗം വളരെ സീരിയസ്, റുമാറ്റിക് അർത്രൈറ്റിസ് എന്ന് പറയുന്ന പ്രത്യേകത. അത് വന്നിട്ട് പനിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷം ഇങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈ കുട്ടിക്ക് ഈ രോഗം വരും. റൊമാറ്റോയിഡ് എന്നൊക്കെ പറയുന്ന പ്രത്യേക രോഗമാണ്. ശരീരമൊക്കെ നീര് വെച്ച്. ഈ കൊച്ചൊന്ന് 15 വയസ്സ് പ്രായമുള്ളൂ. 10th എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കാണ് ഈ രോഗം വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്ക് കൈയൊക്കെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അതൊരു പ്രത്യേക രീതിയിൽ അത് അനങ്ങാത്ത ദിവസങ്ങളോളം ആ കൊച്ചിനൊന്നും ചെയ്യാം. മരുന്നെടുത്താലൊന്നും മാറില്ല. ഒരു സ്റ്റെറോയിഡ് എടുക്കണം, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ ഒന്നും മാറത്തില്ല, ഈ രോഗം മാറുന്നു. അതിങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും തന്നെ ഈ കുട്ടിക്കുണ്ടാകും. അപ്പം അങ്ങനെ 10th എക്സാമിൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെല്ലാം കൂടുകയാണ്. ഈ അപ്പനമ്മയും കൂടി കുട്ടിയെ കൊണ്ട് പോകാത്ത സ്ഥലങ്ങളിൽ ആശുപത്രികളിൽ കൊണ്ടുപോയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോകും. എല്ലായിടത്ത് ചെന്നാലും ഈ സംഭവം ഇങ്ങനെ വീണ്ടും വീണ്ടും കൊച്ചിന് രോഗം ഉണ്ടാക്കിയുണ്ട്. ഒരു മാറ്റമൊന്നുമില്ല. അപ്പം ഒരു ദിവസം ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഈ അമ്മ ഈ മകളുമായിട്ട് വരികയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച്. ഈ കൊച്ചിൻ്റെ കൈ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ദിവസങ്ങളിലും മരുന്നൊരു ഒരു വ്യത്യാസവും ഇല്ല. ആകെ വിഷമിച്ച് വളരെ വേദനയോടെ. അപ്പം അന്ന് വന്നപാടെ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു അപ്പനെന്തേ? അപ്പം അപ്പന് വിശ്വാസമെല്ലാം പോയി. അപ്പം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്ത് കാര്യം, എൻ്റെ കൊച്ചിൻ്റെ ഭാവി തീർന്നു, ജീവിതം രോഗിണിയായിപ്പോയി, ഒരിക്കലും കൊച്ച് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനൊരു കാഴ്ചപ്പാടിരിക്കാം. അപ്പം അങ്ങനെയാണ് ഈ കൊച്ചിനെ കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എത്തുകയാണ്. ശരിക്കും ഒരു പൈശാചിക ബന്ധനം കൊണ്ടാണ് ഈ കുട്ടികൾ വരുന്നത്. ഈ ബന്ധനം കയറി പിടിക്കുന്നത് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. നമ്മൾ തിന്മയുടെ മുമ്പിൽ, തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോവുകയും തിന്മയ്ക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെയും വിട്ടുകൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ തിന്മയുടെ ശക്തി ഇത്തരത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നല്ല സമയങ്ങളെല്ലാം കയറി ഇതിന് ആക്രമിക്കുന്നത് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ ഇതിൻ്റെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കയറി വരുന്നത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഇത് വന്നപ്പോൾ അപ്പം ഈ കൊച്ചു വന്നു. അപ്പം ഞാൻ കുറച്ചെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായി പറയണം. എന്നോട് ഈശോ പറയാണ്, നീ എൻ്റെ കൈ കൊണ്ട് ആ കൊച്ചിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച മുന്നിൽ നിൽപ്പുണ്ട്. ഈ കൈയുടെ വേദനയോട് പൊള്ളയാണ്. ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു അംഗവൈകല്യം പിടിപെട്ടൊരു കൊച്ചിനെ പോലെ കൈയൊക്കെ തിരിഞ്ഞായിരിക്കുന്നു. അപ്പം എന്നോട് ഈശോ പറഞ്ഞാൽ കൊച്ചിൻ്റെ അണിവിരലയിലൊന്ന് ഈ വിരലയിലൊന്ന് കൊച്ചിൻ്റെ വിരലും തൊടാൻ എത്ര ജസ്റ്റ് ടച്ച് ചെയ്യാം. അപ്പം ഞാൻ സ്വിച്ചുകൊണ്ട് സമയം ഞാൻ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ ഈ കയ്യിലോട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടു. പ്രസലോഷ് ഈ തൊടുകയും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ കുട്ടി ആ നിമിഷം തന്നെ സൗഖ്യപ്പെടുകയും ചെയ്തു. പ്രസലോഷ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ രോഗം നിൽക്കുന്ന നിപ്പിലിതങ്ങ് കൈ നിവർന്നു, കയൽ നിന്നു, വേദന പോയി. 1 സെക്കൻഡ് കൊണ്ടെന്ന് പറയും. അന്ന് ഞാനൊന്ന് വൈകിട്ട് പോയി ഈശോടെ ഒന്ന് കരഞ്ഞു. കാരണം നീ പറഞ്ഞ വചനം എന്ത് കറക്റ്റാ. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ, കുടുംബത്തിൽ, ദേശത്ത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വേണ്ടത്ര വിശുദ്ധി പാലിക്കുന്നില്ല. നിങ്ങൾ വേണ്ടത്ര വിശുദ്ധി പാലിക്കാത്തതുകൊണ്ടാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ചുറ്റുമുള്ളവർ അറിയാത്തത്. നമ്മുടെ ചുറ്റും, ഞാൻ പറയും നമ്മുടെ ഈ നാട്ടിലുള്ളവരും മറ്റുള്ള എല്ലാ മതസ്ഥരുൾപ്പെടെ എല്ലാവരും നമ്മുടെ കർത്താവിനെ അറിയേണ്ടതായിരുന്നു. നമ്മളോട് ഒഴുകേണ്ടതാണ് ഈ ചൈതന്യം. ഈ കൃപ ഒഴുകേണ്ടതാണ്. ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയുന്നില്ലേ യോഹന്നാൻ സുവിശേഷത്തിന്റെ 7:37 മുതൽ വചനം,
തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ശബ്ദം ഉയർത്തി പറഞ്ഞ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ UK വെച്ച് അവരോട് പറയായിരുന്നു, ഒരു തിന്മയുള്ളൂ ഇന്ന് ഏറ്റവും കൂടുതൽ തിന്മ അവിശ്വാസം. നമുക്ക് വിശ്വാസമില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ശരിക്കും വലതുകരം നെഞ്ചു വെച്ച് കൈപിടിച്ചുകൊണ്ട് പറയാൻ പറ്റും, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്ന് ഞാൻ അനുഭവിച്ചൊരു വ്യക്തി, അറിയുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ ആത്മാവിൽ ദൈവാത്മാവുണ്ട്, ഈശോയുടെ കൃപ എൻ്റെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ മാത്രം വളർന്നിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരകാരെ പിടിച്ചു. വലിയ വിദ്യാഭ്യാസമുണ്ട്, നമ്മൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അതുണ്ട് ഇതുണ്ട്. പക്ഷേ ഈ അറിവ് സത്യമായ അറിവാണ്. അപ്പസ്തലന്മാരൊക്കെ പഠിപ്പിക്കുന്ന അറിവ് അതാണ്. ആ അനുഭവം നിനക്കുണ്ടോ? ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണെന്ന് അറിയുന്നുണ്ട്. ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. ഇരിക്കുന്ന നിങ്ങളോട് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഈശോ നിങ്ങളുണ്ട്, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ ദൂരെയൊന്നുമല്ല, ആകാശ മേഘപാളികൾക്കപ്പുറത്ത് മറഞ്ഞിരിക്കുന്നു ദൈവമൊന്നല്ല. മാനുവൽ നമ്മുടെ കൂടെയുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ ദിവ്യകാരണത്തിലുള്ള സാന്നിധ്യം നമ്മൾ ഏറ്റു പറഞ്ഞ് ആരാധിക്കാറുണ്ട്. ദേവാലയത്തിലുള്ള നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ എൻ്റെ നിങ്ങളുടെ ശരീരത്തിൽ ഹൃദയത്തിൽ ഈശോ എഴുന്നള്ളി ഇരിപ്പുണ്ട്. അതൊരു കെട്ടുകഥയല്ലത്. അത് കെട്ടുകഥയായിട്ടോ അനുഭവമല്ലാതെ ഒരാൾക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ വ്യക്തിയുടെ അവിശ്വാസവും ആ വ്യക്തിയിലെ മാരക ഭാവമാണോ? അതനുഭവിച്ചാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അതറിയണത്. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ ആദ്യത്തെ തിരിച്ചറിയേണ്ടത് നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് തിരിച്ചറിയണം. നീ അതറിയാത്തതാണ് ഏറ്റവും വലിയ അറിവില്ലായ്മ. ബാക്കി എല്ലാ അറിവുണ്ടെങ്കിലും ഈ ദൈവത്തെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടോ? നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടോ? രണ്ട് കരമെടുത്ത് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞു. ഉറക്കെ കൈയടിച്ച് ആമേൻ. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയ. ഈശോയെ ആരാധന. അതൊക്കെ പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ യൂറോപ്പിൽ സ്വീഡനിലൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊരു യൂറോപ്പിനെ ഒരു മനുഷ്യൻ വന്നു. അവർ തലയൊക്കെ വെച്ചപ്പോഴത്തേക്കും ഭയങ്കര പൈശ്വാസികപത്രം പേടിച്ചു. ആളുകളെ പേടിച്ച് ഓടാൻ തുടങ്ങിക്കണം. അതുപോലത്തെ അല്ല ശബ്ദങ്ങളും പ്രകൃതവും ഈവിൾ സ്പിരിറ്റും. പക്ഷെ വരുമ്പോൾ കണ്ടു ഇങ്ങോട്ട് വളരെ മാന്യനായ ഒരു മനുഷ്യനായിട്ട് എൻ്റെ അടുത്ത് വരുന്നു. പക്ഷെ അത് ഞാനത് ഭയങ്കര സംഭവമായി. അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു വിട്ടു. പിന്നെ പള്ളി കുർബാന കഴിഞ്ഞ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീണ്ടും ഭയങ്കരമായിട്ടാണ്. അപ്പം ഞാൻ വീണ്ടും പൊക്കോട്ടെ പ്രാർത്ഥിച്ച്. അപ്പം എന്നോട് ഞാൻ ശാന്തമാക്കിയിട്ട് ഞാൻ പൊക്കോട്ടെ. പക്ഷെ അന്ന് രാത്രി മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. കാരണം പൈശാചത്തെ വിട്ടിപ്പിക്കുക. പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. കഴിഞ്ഞ് ഉച്ചയായപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെന്നോട് പറഞ്ഞു, അവിടുത്തെ ഒരു ഹെർമിറ്റ് ലൈഫൊക്കെ നയിക്കുന്ന മൊണാസ്റ്റിക് ലൈഫ് നടത്തുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അതിലൊരാൾ വന്നിനോട്, അച്ഛ ആൾ വളരെ അസ്വസ്ഥനാണ്, വളരെ പ്രശ്നത്തിലാണ്, അച്ഛ ഒന്നും കൂടെ കാണുന്നത് നന്നായിരിക്കും. ഞാൻ പറഞ്ഞ കൊണ്ടുപോവാ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒന്നും ഒരു ആളപ്പോൾ സമയത്ത് ഈ ഡ്രസ്സൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഇട്ടിരിക്കുന്നത്, ഈ ദേഹത്ത് ഒരു പ്രത്യേക രീതിയില്ല, പാൻറ്റൊക്കെ അല്ല അങ്ങോട്ട് ഒരു ആളറിയുന്നില്ല തൻ്റെ ശരീരത്തിൽ വസ്ത്രം കിടപ്പുണ്ടെന്നോ എങ്ങനെ കിടക്കും ഒന്നും അറിയുന്നില്ല. ആൾ പ്രത്യേക രീതിയിലാണ്. വളരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മാനസിക രോഗിയെപ്പോലെ കംപ്ലീറ്റ് മെൻ്റൽ പേഷ്യൻ്റാന്ന് തോന്നുന്നു. അതുപോലെ പുള്ളി പെരുമാറുകയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെൻ്റെ അടുത്ത് വന്നു. അപ്പം വന്നപ്പോഴത്തേക്ക് ഞാൻ വേറെ ആൾ അവരടുത്തിരിക്കുക. അപ്പം ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇതിങ്ങനെ പറ, യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറയാമോ? അത്രയും പറയും. അപ്പം ഇതേ അവിടെ കസേര ഇരിക്കുകയാണ്. ആള് സ്വീഡിഷ് ആളാണ്, അവിടുത്തെ ഭാഷയാണ്, ഇംഗ്ലീഷൊന്നും അത്ര അറിയത്തില്ല. കുറച്ചേരം ഇംഗ്ലീഷ് അറിയാം. ഞാൻ തർജ്ജമ ചെയ്യാൻ ആരെങ്കിലും വേണം, എന്നാലേ പറ്റൂ. ഞാൻ മലയാളത്തിൽ അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖത്തോട് നോക്കിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, തിന്മയുടെ ശക്തി ഇവനെ വിട്ടുപോകാൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇത് പറയുകയും ഇവൻ്റെ ശരീരത്തിൽ നിന്നൊരു സംഭവം അങ്ങ് പോയി. പ്രൈസ്. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഇവൻ്റെ സംഭവത്തിൽ സാധനം അങ്ങ് വിട്ടുപോയി. അപ്പം അവന് ഉടനെ അടുത്ത് നിന്ന് മറ്റേ ആളോട് അവൻ്റെ ഭാഷ ഇപ്പം എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇപ്പം എന്താ സംഭവിച്ചെന്ന് ആ ട്രാൻസ്ലേഷൻ നടത്തുന്ന ആൾ എന്നോട് ഞാൻ പറഞ്ഞു ആ സംഭവം പോയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പ്രൈസ്. ഇത് പറയും കംപ്ലീറ്റ് പോയി. പെട്ടെന്ന് ഡ്രസ്സ് നേരെ ഇട്ടു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ അടുത്ത് നിന്ന് ശുശ്രൂഷകരെ എൻ്റെ അടുത്തുള്ള മുട്ടുമ്പയെന്ന് ബോധം കെട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഇത്രയും ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ്. ഞാൻ പറഞ്ഞു ഇത് കഥയല്ലേ, ബൈബിള് കെട്ടുകഥയല്ലത്. ഈശോ ശിഷ്യന്മാർ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ് എന്താ? ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം കൂടെ ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞത്. അകലെ ഉണ്ടായിരിക്കുന്നില്ല, അവിടെ ഉണ്ടായിരിക്കും, ഇവിടെ ഉണ്ട്, കൂടെ ഉണ്ടായിരിക്കും. ഈ വ്യക്തി പെട്ടെന്ന് ഡ്രസ്സ് ഇട്ടു, ഒരു
ഫേസൊക്കെ നോർമലായി, ആളെന്നെ നോക്കൊരു ചിരിയും സന്തോഷവും ഹാപ്പിയായി 100% ഹീൽ ചെയ്യപ്പെട്ടു ഓടി പള്ളിയിൽ പോയി. പിന്നെ ആൾ പക്ക 100% തലേ ദിവസം ഞാൻ പ്രാർത്ഥിക്കാണ്ട് ഇതൊരു 20-22 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് ഈ പൈശാചികതയുടെ ഇദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞാണ് ഈ സംഭവം ഇങ്ങനെ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഈശോയുടെ നാമത്തിൽ പോകാൻ പറഞ്ഞു. ശാസിക്കുന്നു മലയാളത്തിൽ പ്രാർത്ഥിച്ചു. അവിടെയുള്ള മലയാളിയെ ഒരുത്തനുണ്ട്, അവന് മാത്രം മനസ്സിലായി, വേറെ ആർക്കും മനസ്സിലായിട്ടില്ല. ബൈബിൾ കെട്ടുകഥയല്ല. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവം വസിക്കുന്ന ആലയമാണ്, ഈശോ വസിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈശോ നിങ്ങളുടെ കൂടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പറ്റിയിരിക്കുന്ന പ്രശ്നം വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കാശുണ്ട്, പണമുണ്ട്, മക്കൾ അമേരിക്കയില്ല, മക്കൾ കാനഡയില്ല, ലണ്ടനില്ല, ഓസ്ട്രേലിയയില്ല, എനിക്ക് വീടുണ്ട്, സ്ഥലമുണ്ട്, ഞാനെല്ലാം തന്നു. ദൈവത്തിൻ്റെ ആവശ്യമില്ല. കുട്ടിയും തിന്മാണെന്ന് പല പാരമ്പര്യ കുടുംബങ്ങൾ എന്ന് പറയുന്ന പോലെ ഞാൻ കണ്ടിട്ട് സോറി അടിത്തറയോടെ പോയിക്കൊണ്ടിരിക്കുന്ന കാണുന്ന പ്രശ്നം ചിന്ന ഭിന്നമായി പോയിക്കൊണ്ടിരിക്കും. കാരണം അവർ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച അപ്പനെയോ അമ്മയോ മക്കളെയോ കൂട്ടുകാരോ നാട്ടുകാരില്ല. അവരിൽ വസിക്കുന്ന അവര് ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ഏറ്റവും അധികം വേദനിപ്പിച്ചത്. പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ. പൗലോസ് പറഞ്ഞു നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നൊക്കെ. പള്ളി മാത്രമല്ല, പരിശുദ്ധാത്മാവ് പള്ളിയെ കാണും ഭയങ്കര ബഹുമാനം, ആദരവും. നമ്മൾ കുമ്പിടും, ഞാനും നിങ്ങൾ കുമ്പിടും. പരിശുദ്ധ കുർബാനയെ കാണുമ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ കുമ്പിട്ട് വണങ്ങുന്നു. നമ്മൾ പരിസരത്തെല്ലാം. പക്ഷേ നമ്മളിലുള്ള, എന്നിലുള്ള, നിന്നിലുള്ള പിതാവും പുത്രനും പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ആ അനുഭവം കിട്ടുന്നില്ലെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് നീ കണ്ടുപിടിക്കണം. ഈ ധ്യാന ദിവസങ്ങളിൽ ആ തിന്മ നമ്മൾ മാറിയാൽ നാളെ മുതൽ നീ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് മുന്നോട്ട് പോകും. നീ പോകുന്ന വഴിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നീ അനുഗ്രഹിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടും. നീ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ നീ കാണും. നീ തൊടുന്നിടത്തെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവും. ഒന്ന് ശബ്ദം എടുത്തു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയെടുത്ത് കർത്താവ് നന്ദി പാട്ടെ. ആമേൻ. 2 വർഷം മുമ്പ് ഫ്ലോറിഡയിൽ മയാമിയിലൊരു ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മിറക്കിളുണ്ടായി. ഒരു സഹോദരൻ, അദ്ദേഹത്തിന് 50-55 വയസ്സ് പ്രായമുള്ളൂ. അദ്ദേഹത്തിന് ആ ധ്യാനം കൂടുന്നതിന് 2 ആഴ്ച മുമ്പ് അങ്ങോട്ട് ഒരു പബ്ലിക് പരിപാടി നടക്കുന്ന പുള്ളി പെട്ടെന്ന് ബോധം കെട്ട് വീണു. പുള്ളി എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. ചെന്ന് പരിശോധിച്ചപ്പോൾ നട്ടലിനകത്തൊരു ക്യാൻസർ ട്യൂമർ. അപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു നട്ടല് ഓപ്പറേറ്റ് ചെയ്യണം, അമേരിക്കയിലാട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണം, ആ ട്യൂമർ റിമൂവ് ചെയ്യണം, കീമോ ആരംഭിക്കണം, ഇതെല്ലാം കൊടുത്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ഡൊമിനിക്കച്ചൻ്റെ ധ്യാനം ഇവിടെയുണ്ട് ഫ്ലോറിഡയിൽ. അത് ഞാൻ കൂടിയ ശേഷം മാത്രമേ ഞാൻ ഓപ്പറേഷൻ നടത്തുള്ളൂ. പ്രസലോഷ് ഫെയ്ത്ത് ഉണ്ട് അവർക്ക്. ഹല്ലേലൂയ. ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കളാണ്. ഈശോ ഉണ്ടെന്ന് ജീവനോട് അനുഭവിച്ച മക്കളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ധ്യാനം, ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി ധ്യാനത്തിനായിട്ട് വന്നു. അവർ പറയുന്നു ധ്യാനത്തിൻ്റെ അവസാനം എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ പറഞ്ഞു നമ്മൾ മണ്ണാണ്, പുറം പച്ച മണ്ണ്, ഞാനും അതെ, വേറൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു സത്യമുണ്ട്, ആത്മാവുണ്ട്. പ്രസലോഷം വെളിപ്പെട്ടൊരു അരൂപി, മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടൊരു അരൂപി, പ്രസലോഷം മഹത്വീകൃത പരിശുദ്ധാത്മാവ്. ഞാൻ ഈ ആളുടെ തലേക്ക് വെച്ച് എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഈ ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപോലെ പ്രത്യേകിച്ചുള്ള പ്രയർ മാറ്റമൊന്നും. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരുപോലെയാണ് പ്രാർത്ഥിക്കാറ്. പ്രസവോഷം അല്ല, കൂടുതൽ വേറൊന്നും ചെയ്യാറില്ല, എല്ലാവർക്കും ഒരുപോലെ. പക്ഷെ സ്വീകരിക്കുന്നവൻ്റെ ഫെയ്ത്ത്, സ്വീകരിക്കുന്നവൻ്റെ വിശ്വാസം, അത് വിശുദ്ധി ഉണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ വ്യക്തിക്കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി ബോധം കെട്ട് താഴ്ത്തു വീണു. 2-3 പ്രാവശ്യം പൊക്കിയെടുത്തു, ആനമ്പളമൊക്കെ തെളിച്ച് പ്രാർത്ഥിച്ചു, ആളെ വിട്ടു. അടുത്ത ദിവസം കൊണ്ട് അവർ ഓപ്പറേഷൻ ഡേറ്റ് അവർ കൊടുത്തിരുന്നു. ഒരു ഇത് കഴിഞ്ഞിട്ട് ചെയ്തോളാൻ പറഞ്ഞു. ചെന്ന് ഹോസ്പിറ്റലിൽ ഇവർ കൊണ്ടുപോയി. ചെന്നിട്ട് ഓപ്പറേഷന് മുമ്പായിട്ട് ഇവർ പരിശോധിക്കുമ്പോണ്ടേ ഈ ക്യാൻസർ ട്യൂമറും ആ സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമായി പോയിരിക്കുന്നതായിട്ടും ആൾക്ക് ഒരാവശ്യമില്ല.
അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഇവരെൻ്റെ അടുത്ത് ഓടി വന്നു, അച്ഛനെ കാണും, നന്ദി പറയാൻ. എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കൊണ്ട് ഒരു വഴി സൈഡിൽ നിന്നുണ്ടാകും. ഇവരെല്ലാവരും കൂടെ കുറേ നേരം എന്നോട് സംസാരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതിയില്ല. ഞാൻ പറഞ്ഞു പരിശുദ്ധ ഇതാ എനിക്കിത്ര. ഞാൻ പറഞ്ഞു ഞാൻ വലിയവനാണെന്നല്ല, എന്നിൽ പരിശുദ്ധമോട് നിങ്ങളിലും പരിശുദ്ധം. ഞാൻ സ്വീകരിച്ച പരിശുദ്ധ മാമോദിസയും ഞാൻ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയും ഞാൻ സ്വീകരിക്കുന്ന കൂദാശകളും തന്നെയാണ് നിങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. വേറൊന്നുമില്ല. സഭയിൽ എല്ലാ വൈദികരും സ്വീകരിച്ച പൗരോഹിത്യം തന്നെയാണ് ഞാൻ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എത്ര പേർക്ക് വിളിക്കുന്നവർക്കറിയാം നിങ്ങളുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? നമുക്കറിയാം സഭാചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വിശുദ്ധിയെന്ന് നമ്മൾ കാണുന്ന ആളാണല്ലോ മദർ തെരേസ. മദർ തെരേസയുടെ മാനസാന്തത്തിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു വചനമാണ് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന ഈ ചെറിയവരൊരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മദർ തെരേസ ഈ ചെക്കോസ്ലോവാക്യ ഒരുമിച്ച് കിടന്ന രാജ്യം. അവിടുന്ന് ഒരു മിഷണറി ആയിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഈ കൽക്കട്ട പ്രദേശത്ത് ദൈവരാജ ശുശ്രൂഷ ചെയ്യും. സന്യാസിനിയായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഈ കൽക്കട്ടയുടെ തെരുവുകളിൽ വഴിയോരങ്ങളിൽ കിടക്കുന്ന ആരുമില്ലാത്ത അല്ലെങ്കിൽ മരിക്കാറായിട്ട് കിടക്കുന്ന ആളുകളെ കാണുന്നു. ഇങ്ങനെ ചപ്പുകുനയിൽ കിടക്കും. ഒരു ദിവസം പറയുന്നുണ്ട്, ഒരു ദിവസം വൈകുന്നേരം ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള ട്രാഷ് എന്ന് വെച്ചാൽ ഈ ചപ്പുകൂനയുടെ അകത്തൊരു അനക്കം കണ്ടപ്പോൾ നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ്, രോഗിയാണ് സ്ത്രീ. അപ്പോൾ അവരെ അടുത്തുള്ള റിക്ഷയെ കയറ്റിക്കൊണ്ട് അടുത്തുള്ളൊരു സ്ഥലത്ത് ആശുപത്രിക്കാരെ എടുത്തില്ല. നിങ്ങൾ ആരെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് എടുത്തില്ല. അപ്പോൾ ഇതിനെ കൊണ്ട് വേറെ സ്ഥലത്തോട്ട് ആ പോകുന്ന വഴിക്ക് വെച്ച് ഈ സ്ത്രീ മരിച്ചെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ വഴി കിടക്കുന്ന ഈ പാവങ്ങളെ എല്ലാം എടുത്ത് നീ എന്തിനാ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്? പറഞ്ഞാൽ അവർ പാവങ്ങൾ, അവിടെ ഈശോ ഉണ്ട്, ഒരു ദൈവമുണ്ട്, ദൈവമുണ്ട്. നിന്റെ അമ്മ ആ ദൈവമുണ്ട്, അമ്മയിൽ ദൈവമാണ്. അതാണ് ഏറ്റവും വലുത്. അല്ല നമ്മൾ നോക്കുന്ന അപ്പനമ്മയ്ക്ക് എന്നാ ഉണ്ട്? 10 ഏക്കർ സ്ഥലമുണ്ട്, പിന്നെ ബിസിനസ് കമ്പനിയുണ്ട്, വിദ്യാഭ്യാസത്തിന്. അതല്ല വലുത്, അതും വലുതല്ലത്. എന്ത് വേണം തീർന്നു പോകാന്ന വലുത് ഇതിന് ദൈവമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇതിന് ആത്മാവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇതിന് ഈശോ ഉണ്ടോ ഏറ്റവും. അത് അറിഞ്ഞിട്ടുണ്ടോ നീ? ആ അന്ധത മാറിയിട്ടുണ്ടോ നിനക്ക്? അങ്ങനെയാണ് അവൾ ആ ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ എടുത്തു കൊണ്ടുപോയിട്ട് പാർപ്പിക്കാനും ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അതാണ് എൻ്റെ പ്രത്യേകത. മറ്റൊരുവനിൽ ദൈവത്തെ അതാണ് പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ, അഭിഷേകം കിട്ടിയവർക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയിൽ ദൈവാത്മാവിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ പലരും ദുരുപയോഗിക്കുന്ന സംഭവം, മാനിപ്പുലേഷൻ നടത്തുന്നു, അബ്യൂസ് ചെയ്യുന്നു, കുട്ടികൾ ദുരുപയോഗിക്കപ്പെടുന്നു, പോക്സോ കേസുകൾ ഇഷ്ടം പോലെ ലോകത്ത് കേൾക്കുമ്പോൾ എന്താണ് പറ്റിയത്? അവന് പരിശുദ്ധാത്മാവിന് നിറവില്ല. അവന് അടുത്തുള്ള ഒരു കുട്ടിയില് അല്ല മുതിർന്നവരില് അതിൽ വസിക്കുന്ന ദൈവത്തെ കാണുന്നില്ല. അതിനേക്കാൾ കാണും വേറെ പലതുമാണ്. വേറെ പലതിനാണ് വില കൊടുത്തിരിക്കുന്നത്. പറമ്പ്, വീട്, കൊട്ടാരം, വിദേശം, അത് ഇത്, വിദ്യാഭ്യാസം, ഇതിനാണ് വലിപ്പം. ചിലപ്പോൾ നമ്മൾ സഭയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവനെ ഉണ്ടാകാവേ നമ്മൾ കാണും വലിപ്പം. ഏതാണ് വലിപ്പം? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെക്കാൾ വലിപ്പം നമുക്ക് ആർക്കും ഇല്ല, ഉണ്ടാകരുത്. സംവിധാനങ്ങൾക്കല്ല വലിപ്പം, നമ്മൾ ഉള്ളിലിരിക്കുന്ന ഈശോയ്ക്കാണ് വലിപ്പം. അതുകൊണ്ടല്ലേ മദർ തെരേസ വടിയരിയിൽ കിടക്കുന്ന ആ ആളുകളെ എടുത്തുകൊണ്ടുപോയിട്ട് ശുശ്രൂഷിക്കുന്നതും. അവൾ പറയും, ഈ ചെറിയ ഒരുവൻ ഞാൻ ഈശോയ്ക്കാണ് ചെയ്യുന്നത്, ഈശോയാണ് ചെയ്യുന്നത്. ഞാനിവ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാനിവിടെ വരുമ്പോൾ അച്ഛനെ ആരെ ശുശ്രൂഷിക്കുന്നു? ഞാൻ ഈശോയാണ് ശുശ്രൂഷിക്കുന്നത്, ഈശോയെ മാത്രം ശുശ്രൂഷിക്കുന്നു. നിങ്ങളുള്ള ഈശോ വളരണം. പ്രസലോഷ് എന്നിലുള്ള ഈശോ വളരണം. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനെ ശപിക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയെ ശപിക്കുമ്പോൾ, അപ്പനമ്മയും കൂടെ മക്കളെ പീഡിപ്പിക്കുമ്പോൾ, മക്കൾ അമ്മയും പിന്നെ പീഡിപ്പിക്കും. ഇതൊന്നല്ല പീഡിപ്പിക്കുന്നത്, ഈശോയാണ് പീഡിപ്പിക്കുന്നത്, വേറെ ആരെയല്ല പീഡിപ്പിക്കും, ഈശോയാണ് മുറിവേൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാദ്യത്തിൽ പൗലോസ്ലീഹായ്ക്ക് സ്വർഗീയ ദർശനം ഉണ്ടാകുമ്പോൾ, ഡമാസ്കസ് ഗേറ്റിംഗ് വെച്ച് അനുഭവം ഉണ്ടാകുമ്പോൾ പൗലോസ്ലീഹയുടെ കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, സൗൾ സൗൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? വൈ ഡു യു പെർസിക്യൂട്ട് മീ? നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അതിന് ഓരോ ക്രിസ്ത്യാനിയിലും ഈശോ ജീവനോടെ ഉണ്ട്. ഓരോ ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഈശോയാണ് പീഡിപ്പിക്കുന്നത്. മറ്റുള്ളവരെ നശിപ്പിക്കുമ്പോൾ ഏതുതരം ഭാവം ചെയ്താൽ ശരി, അതാണ് മാരക ഭാവമെന്ന്. അത് ഈശോയ്ക്കെതിരെയാണ് നമ്മൾ ചെയ്തത്. വി ആർ കമ്മിറ്റിംഗ് സിൻ അഗൈൻസ്റ്റ് ഗോഡ്. അതാണല്ലോ
ഈ ദാവീദ് പോലും മാനസാന്തരപ്പെടുന്നതിൻ്റെ സമയത്ത് പറയുന്ന പ്രാർത്ഥനയാണല്ലോ ഈ സങ്കീർത്തനം 51. ദൈവം എന്നോട് ദയ തോന്നണം, കരുണ തോന്നണം പറയും. അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നമ്മൾ നോക്കുന്നത് അതൊന്നുമല്ല. ഒരാളെ നോക്കുമ്പോൾ നമ്മൾ നോക്കും അവൻ്റെ വേഷം, അവൻ്റെ ചിരി, അവൻ്റെ നടപ്പ്, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ കാണും. പക്ഷെ അതല്ല കാണേണ്ടത്. ക്രിസ്ത്യാനി മറ്റൊരുവിനെ കാണേണ്ടത് ആ വ്യക്തിയിലുള്ള ദൈവ സാന്നിധ്യമാണ്. ആത്മാവിനെ കാണേണ്ടത്. ആത്മാവിനെ കാണുന്നത് മോനിക്ക പുണ്യവതി പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പരിഹാരവും പ്രാർത്ഥനയും നടത്തുന്നത്. പ്രൈസ്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകന് ജോലി കിട്ടണമെന്നോ, എൻ്റെ മകൻ VIP ആണെന്നോ, എൻ്റെ മകൻ ഇന്നത് അതിനടുത്ത് എത്തണമെന്നോ, അതൊന്നും അല്ല എൻ്റെ പ്രാർത്ഥന. അവരെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അവനും ഒരു സ്ത്രീയുമായിട്ടുള്ള അവിഹിത ബന്ധം, അതിൽ ഒരു കുട്ടിയുണ്ട്, ആ ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ അമ്മയുടെ ലക്ഷ്യം അതേ ഉള്ളൂ, വേറൊരു കുടുംബം ഉണ്ടാകില്ല. ഇവന്റെ ആത്മാവ് നശിച്ചു പോകരുത്. ഈ ദിവസങ്ങളിൽ ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത്ഭുതങ്ങളൊക്കെ പ്രതീക്ഷിക്കാം, അടയാളങ്ങൾ പ്രതീക്ഷിക്കാം, ദൈവത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കാം. വേറെ ഏതെങ്കിലും ലക്ഷ്യം അതുകൊണ്ടല്ലോ മത്തായി 6:33 ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പ്രൈസ്, ആദ്യം തേടേണ്ടത് ദൈവരാജ്യമാണ്. ഈ അനുഭവത്തിലേക്ക്, ദൈവ സാന്നിധ്യ അനുഭവം. നിങ്ങളുടെ ശരീരങ്ങള് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. മാമോദിസ വെള്ളം വീണ് സഭയില് അംഗമായിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തില് ദൈവ സാന്നിധ്യമുണ്ട്, ഈശോമിശിഹായുടെ സാന്നിധ്യമുണ്ട്, ഈശോമിശിഹാണ്ട് കൃപ കിട്ടിയവരാണത്. അല്ല, ഡൊമിനിക്കസ് ഇനി പ്രാർത്ഥിക്കുമ്പോഴല്ല കൃപ കിട്ടാൻ പോകുന്നത്, ഓൾറെഡി കൃപയുള്ളതാണത്. ഇത് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പാപമാണ്. ശരീരത്തെ വിട്ടുകൊടുത്തു, തിന്മയ്ക്ക് വിട്ടുകൊടുത്തു, സകല തിന്മകൾക്കും വിട്ടുകൊടുത്തു. ആണ് പൗലോസ് ഹെബ്രായ ലേഖനം പറയും. ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വചനം പറയും, എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. നിങ്ങൾ ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലർക്കും നഷ്ടപ്പെട്ടു പോകും. വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ വേറൊന്നും ആവശ്യമില്ല. ശരിക്കും ഈശോ മാത്രം, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഉണ്ട്. ഇവിടേക്കുന്ന ആരും സംശയിക്കുന്നതിന്റെ കാരണം ഇതിന്റെ ഉള്ളിലെ ബുദ്ധിയിൽ ഏതോ തിന്മ കയറി പിടിച്ചിട്ടുണ്ട്. ആ തിന്മ വിട്ടുപോയാൽ ഇതിന്റെ പ്രശ്നം മാറിപ്പോകും, ഇതിന്റെ കാഴ്ചപ്പാട് മാറി. ആരോ നിന്റെ കാഴ്ചപ്പാട് മാറ്റിക്കളഞ്ഞു. ഇതിനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവസാന്നിധ്യത്തെ മാറ്റിവെച്ചിട്ട് മറ്റു പലതുമാണ് വലുത്. എന്റെ വില, പേര്, പെരുമ, മറ്റുള്ളവരെ എന്നെ അംഗീകരിക്കുന്നുണ്ടോ, സൊസൈറ്റി എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, പേരുണ്ടോ, പെരുമയുണ്ടോ, മഹത്വമുണ്ടോ? ശക്തമായിട്ട് ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച്, ഒന്നുകൂടെ സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉച്ചത്തിൽ യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്നാൽ പൗലോസ് ശ്ലീഹ പറയും 1 കൊരിന്തോസിന്റെ 6-ാം അധ്യായത്തിന്റെ 9-10, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യ അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹ ആരാധകരും വ്യഭിചാരികളും സവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയാമോ? അനീതി പ്രവർത്തിക്കുന്നവർ, ഉച്ചത്തിൽ പറഞ്ഞ്, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹ ആരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 2 കരപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ദൈവരാജ്യം? ക്രിസ്തു സാന്നിധ്യം ഒരുവനിലുള്ളത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അവനുള്ള ആത്മാവിൻ്റെ അനുഭവമല്ല.
പലരോട് ചോദിക്കും, അച്ഛൻ ഈ ശുശ്രൂഷയായിട്ട് പോകുമ്പോൾ ദൈവം ഒരുപാട് ഈ ബന്ധനങ്ങളൊക്കെ മാറ്റി. അച്ഛൻ ഞാൻ പറയും, എനിക്ക് വലിയ അനുഭവമാണ്. ഞാൻ പറയും, പോകുന്ന വഴിയിൽ ഇങ്ങനെ മാറിപ്പോകുന്ന കാണാൻ പറ്റും. നമ്മളിൽ കൃപയുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ വേറൊന്നും പ്രവർത്തിക്കണ്ട, ഈ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതുള്ളതാ മക്കൾ. ഇത് കെട്ടുകഥയൊന്നുമല്ല. അച്ഛൻ ഈ പറയുന്നത് കെട്ടുകഥയോ തോന്നലൊന്നുമല്ല, ആരെങ്കിലും ഒരു ഫിലോസഫി ഒന്നുമല്ല, വെറുതെ ഫിലോസഫി ഒന്നുമല്ല. അവർക്കൊന്നും എത്താൻ പറ്റില്ല ഈ തന്നെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യസിന്റെ 1:18 പറയും, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വ, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കത് ദൈവത്തിന്റെ ശക്തി എത്ര, ഈശോയുടെ സാന്നിധ്യം. അതുകൊണ്ട് നമ്മളൊരു ദൈവത്തിൻ്റെ സാന്നിധ്യങ്ങളാണ്. ആ ഒരു സാന്നിധ്യം തിരിച്ചറിയാനും ഈശോയെ മഹത്വപ്പെടുത്താനും നിങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഒരിക്കലെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ശരിക്കും അറിഞ്ഞ വ്യക്തിയാണ്. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ അറിയാറുള്ളത്. ഒത്തിരി പേർക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവോ പാപിയായ എൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ആളുകൾ വരുമ്പോൾ ഈ അനുഭവം കൊണ്ടാകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഓർക്കോ ചില സംഭവങ്ങൾ എല്ലാം എനിക്ക് പറയാൻ അനുവാദമില്ല. ഞാൻ എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ തോന്നിപ്പോകും. എനിക്ക് മഹത്വമൊന്നും വേണ്ട. എനിക്ക് മഹത്വം തരുന്നത് എന്നെ വസിക്കുന്ന എൻ്റെ കർത്താവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മഹത്വം തരുന്നത് എനിക്ക് വസിക്കുന്ന കർത്താവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ ബൈബിൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ഈ ഹൊറബ് മലയുടെ മുകളിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തെ മോശ കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം, മോശ കത്തുന്ന മുൾപ്പടർപ്പിൽ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഉടനെ ദൈവം വിളിച്ചു മോശെ അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, കാലുകൾ ചെരുപ്പഴിച്ച് മാറ്റുക. എന്താണ് ഈ ചെരുപ്പഴിച്ച് വരും? ഒരു ചെരുപ്പഴിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, അല്ല ഒരു സംഭവമല്ല. അതായത് എന്തോ ലോകവുമായിട്ടുള്ള ബന്ധം, ചില ഭാവവുമായിട്ടുള്ള ബന്ധം, അത് കളയണത്. അത് കളഞ്ഞാലേ നിനക്ക് എന്നെ കേൾക്കാനും അനുഭവിക്കാനും പറ്റുള്ളൂ. അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ അശുദ്ധി മാറ്റണം, അല്ലെങ്കിൽ പറ്റില്ല. അന്ന് നിൽക്കുന്ന സ്ഥലം പരിശുദ്ധ. ഇതിൻ്റെ ഉള്ളിൽ ചില തിന്മകൾ ഇപ്പം ഈ ദിവസങ്ങളിൽ ധ്യാനത്തിരിക്കുമ്പോൾ വെറുപ്പ്, അപ്പനോട് വെറുപ്പ്, അമ്മയോട് വെറുപ്പ്, സഹോദരനോട് വെറുപ്പ്, അമ്മായിമ്മയോട് വെറുപ്പ്, മരുമകളോട് വെറുപ്പ്, നിങ്ങളെ പീഡിപ്പിച്ചവരോട് വെറുപ്പ്, നിങ്ങളെ ശപിച്ചവരോട്, നിങ്ങൾ ഉപദ്രവിച്ചവരോട് വെറുപ്പ്, വിദ്വേഷം, പാകം, അസൂയ, അഹംഭാവം. ഇത് സൂക്ഷിക്കുമ്പോൾ നിനക്ക് ആ ദൈവ സാന്നിധ്യം, ആ അഗ്നിയുടെ അനുഭവം സ്വന്തമാക്കാൻ പറ്റില്ല. അത് വെച്ചോണ്ടൊരിക്കലും പറ്റില്ല. അതെടുത്ത് കളയണം നമ്മൾ. പറഞ്ഞു ഹല്ലേലൂയ. അതാണ് മർക്കോസ് സുവിശേഷത്തിന്റെ 1:17 സ്നാപയോഹന്നാൻ പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ച്. മാനസാന്തരപ്പെടുന്നവർക്കാ ഈ ദൈവരാജ്യ അനുഭവം ഉണ്ടാകുന്നത്. അവർക്കാണ് തിരിച്ചറിവ് കിട്ടാൻ പോകുന്നത്. അവരിൽ ദൈവ സാന്നിധ്യമുണ്ട്. ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? യോഹന്നാൻ സുവിശേഷം 14 മുതൽ 21 വരെയുള്ള വചനത്തിൽ പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവൻ നിങ്ങൾക്ക് അയച്ചു തരിക്കൊണ്ട്. കൂടെയായിരിക്കാൻ സഹായകൻ, പരിശുദ്ധ ജീവനുള്ള ഒരു അസ്തിത്വമുള്ള ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് മാമോദീസ നമുക്ക് കിട്ടതാണ്. പക്ഷെ ഇത് അനുഭവിക്കുന്ന പല ക്രിസ്ത്യാനിക്ക് പറ്റുന്നില്ല. ഇത് എത്ര ക്രിസ്ത്യാനികൾ അവരെ വസിക്കുന്ന വിഷയം അനുഭവിക്കുന്നുണ്ട്. തോന്നലാന്ന് ചില കരുത്, ചില വിശ്വാസം തീർത്തും പോയി. അതുകൊണ്ടാണല്ലോ സകല തിന്മയ്ക്കും ശരീരം വിട്ടുകൊടുക്കുന്നത്, വീടുൾപ്പെടെ വിട്ടുകൊടുക്കുന്നത് കാണാൻ ലോകം. എന്നാൽ അത് കാണാനാണല്ലോ പോകുന്നത്. തിന്മകൾ കാണാനും അറിയാനും വേണ്ടി നെട്ടോട്ടത്തിലല്ല, എല്ലാത്തിനും വിശ്വാസം പോലും ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഈശ്വമിശുക എന്ന വിശ്വാസം ഉപേക്ഷിച്ച് വേറെ വിശ്വാസങ്ങളിലേക്ക് പോകുന്നത്. കാരണം എന്താ? അവരിൽ ആ മാതാപിതാക്കളുടെ ഒരു പരാജയമുണ്ട്. ഈ കുഞ്ഞിനെ വളർത്തിയ മാതാപിതാക്കളുടെ പരാജയം. ആ കുഞ്ഞിനെല്ലാം കൊടുത്തു, പക്ഷേ ആ കുട്ടിയിലുള്ള ദൈവ സാന്നിധ്യത്തെ ആ കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുക്കാൻ ആ അപ്പൻ അമ്മയെ പരാജയപ്പെട്ടു. എല്ലായിടത്തും സ്റ്റോപ്പ് മാർക്കുണ്ട്, റാങ്ക് ഹോൾഡറാണ്, അതാണ് ഇതാണ്. കഴിഞ്ഞ നാളിൽ എനിക്കൊരു കുട്ടിയുടെ പ്രശ്നം വന്നപ്പോഴാണ്. ആ കൊച്ചിന് 10th എക്സാമിന് ഫുൾ മാർക്കാണ്. എനിക്കത് ഏറ്റവും ടോപ്പ്, ആ സ്കൂളിലെ ഏറ്റവും ടോപ്പസ്റ്റുമാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പസ്റ്റും. അതിലൊരു കൊച്ചു വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നൊരു സംഭവമാണ് ഞാൻ കേട്ടത്. അപ്പം എന്താ പറ്റി? ഈ കുഞ്ഞിനെല്ലാം കൊടുത്തു. ഒരാളെ ആ കുഞ്ഞിലുള്ള ദൈവ സാന്നിധ്യം മാത്രം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ അപ്പനും അമ്മ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്? പ്രശ്നം ഏറ്റവും വലിയ ദൈവമാണെന്ന് പറയുകയും പക്ഷെ അതൊരിക്കലും പറയാതിരിക്കുകയും. പലരോട് പറയും ഏറ്റവും വലിയ ദൈവം എന്നൊക്കെ പറയും, പക്ഷേ ജീവിതത്തിൽ അവന്റെ പോക്കും വരെ, അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ കച്ചവടങ്ങളും രീതികളും സംസാരം കേൾക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനല്ല, വേറെ പലതിനുമാണ്.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരമെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. ബന്ധനടിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ ബന്ധനടിയട്ടെ. അതാണ് ബന്ധനം എന്ന് വെച്ചതാണ് ഈ ഉള്ളിലുള്ള ദൈവത്തെ കാണാതിരിക്കുന്ന ഒരു അന്ധതയുണ്ടല്ലോ. അതാണ് ദാറ്റ്സ് കോൾഡ് ബോണ്ടേജ്. ദാറ്റ്സ് കോൾഡ് ബോണ്ടേജ്. ദാറ്റ്സ് കോൾഡ് ദ ചെയിൻസ് ഓഫ് ദിസ് വേൾഡ്. പ്രൈസ് ദി ലോർഡ്. ആ കട്ടഴിയട്ടെ. പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ അനുദപിക്കുന്ന വ്യക്തിക്ക് കർത്താവിൻ്റെ കൃപയെ അനുഭവിക്കാൻ പറ്റും. അവർക്ക് പ്രത്യേകം ഹല്ലേലൂയ. ഒരിക്കലും അപ്പനമ്മയും കൂടി ഒരു കുഞ്ഞുമായിട്ടില്ല. ചെറുപ്പക്കാരായ അപ്പനമ്മയാണ്. ഈ കുഞ്ഞ് ജനിച്ച പിന്നെ കൊച്ചു എന്തൊരു പ്രശ്നം ഉണ്ടായതാണ്. ബോധം തെളിഞ്ഞിട്ടില്ല. ഉണ്ടായപ്പോൾ തന്നെ കൊച്ചു ബോധം കെട്ടുപോയി. എന്ന് വെച്ചാൽ കോമ സ്റ്റേജില്ല. ഹോസ്പിറ്റലിൽ 40 ദിവസം കിടന്നു. ഈ കൊച്ചിന് അനക്കമൊന്നുമില്ല. ജീവനുണ്ട്, അനക്കമൊന്നുമില്ല. കണ്ണൊക്കെ അടഞ്ഞ് കുഞ്ഞു വെച്ച്. അപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു 90 ദിവസം പോലും ആയിട്ടില്ല. ഒരു 60 ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഒരു ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. ഡോക്ടർമാർ ഉപേക്ഷിച്ചു. എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. ശവം ചുമന്ന് നടക്കുന്നതുകൊണ്ടാണ് ഈ കൊച്ചിനെ കൊണ്ട് നടക്കുന്നവർ. പലയിടത്തും കൊണ്ട് അവിടെ എല്ലാം കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അവസാനം ഒരു ആദ്യ ശനിയാഴ്ച അവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ഈ കൊച്ചിലോട്ട് എൻ്റെ അടുത്ത് വരിക. ശുശ്രൂഷയുടെ അവസാനം ഞാൻ നോക്കുന്നുണ്ട്. ഇവർ ഏറ്റവും ശുശ്രൂഷ ഈ സീരിയസ്നെസ് പറഞ്ഞുകൊണ്ട് ഇത്രയും ജനം നിന്നപ്പോൾ ഏതോ ശുശ്രൂഷകൻ ഇവരെ പിടിച്ചുകൊണ്ട് ഏറ്റവും മുന്നിൽ കൊണ്ടുവന്ന് എന്നെ ആദ്യം തന്നെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. ഈ സീരിയസ് കേസാണ്. അപ്പം ചെറുപ്പക്കാർ അപ്പനൊരു കൊച്ചിൻ്റെ അപ്പൻ എന്ന് പറയുന്നത് വലിയ ഒരു 28 വയസ്സ് കാണും. അവക്കും കാണും ഒരു 10-22 വയസ്സ് കാണുള്ളൂ. ഒരു കൈക്കുഞ്ഞാണ്. ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും ഒരു അനക്കം പോലെ ചെല്ലും. അപ്പം ഈശോയുടെ അന്നാവ് എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചു തലയെ തൊടുക. നമ്മൾ പരിശുദ്ധമ ഉണ്ടോന്നേ. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ആത്മാവാണ്. എൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം. ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇന്ന് എന്താണ്? അവനിലുള്ള ദൈവാത്മാവാണോ, ദൈവ സാന്നിധ്യമാണോ, ആത്മാവാണോ, വേറെ പലതുമാണോ എന്ന് അവനോട് ചോദിക്കണം. ഇവിടെ ഇരിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം ഞാൻ കൊച്ചിയുടെ തലേക്ക് യേശുവിൻ്റെ നാമത്തെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോളി വാട്ടർ അച്ഛന്മാരുടെ കന്ന് മേടിച്ച് ഞാൻ തളിച്ചു. മോളെ പോക്കോ സാരല്ല, ഞാൻ പ്രാർത്ഥിച്ചാലും കേട്ടോ. തൊടുമ്പോൾ എനിക്കറിയാം ഈ അന്നവും ഒഴുകുന്നറിയാം. കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അവിടുന്ന് പോയി. ഞങ്ങളുടെ അവിടുന്ന് ഒരു 15 ഒരു 7 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരുടെ വീട്. അപ്പോൾ ഞങ്ങൾക്കറിയാം നാട്ടിൽ തന്നെയാണ്. അണക്കര തൊട്ടടുത്തൊരു സ്ഥലത്ത് നിന്ന് ഇവരവിടുന്ന് പോകുന്നു. അത് ഇവിടുന്ന് പോയിട്ടൊരു 3.5 കിലോമീറ്റർ കഴിഞ്ഞില്ല ഈ കുഞ്ഞു കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. കെട്ടുകഴിഞ്ഞു. ഈ കുഞ്ഞു സൗഖ്യപ്പെട്ടു. തിരിച്ചെൻ്റെ അടുത്ത് എടുത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയോ. ചില മാതാപിതാക്കൾ കഴുത്ത് നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ മക്കളെയൊക്കെ കൊണ്ടുവന്ന് കല്യാണം നടത്തുമ്പം വലിയ 100 പവനും 200 പവനും കല്യാണം. ഇതൊന്നും വലിയ കാര്യമില്ല. അതാണോ വലുത്? അതിനുള്ളിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണോ വലുത്? ശരിക്കും അതിന് വില കൊടുത്തിട്ടുണ്ടോ? നമ്മളൊക്കെ തറവാടിത്വമൊക്കെ പറയുന്നവരാണ്, ഞാനും നിങ്ങളൊക്കെ. പക്ഷെ ശരിക്കും പറയാൻ വലതുകരം ചങ്കുവെച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? ആ ആത്മാവിന് ശരിക്കും ഞാൻ വില കൊടുത്തിട്ടുണ്ട്. ഒന്നാം പ്രമാണം ഞാനും നിങ്ങളും ഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ദൈവമായ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ഇപ്പൊ വസിക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? കൊലപാതകവും ഗർഭഛിദ്രമൊക്കെ നടത്തുമ്പോൾ ആരെയാ കൊന്നൊടുക്കുന്നത്? മദ്യമൊക്കെ ഊറ്റിക്കൊടു നാട് മുഴുവനായി സെക്സും സ്പിരിറ്റും മദ്യവും മയക്കവരും ലഹരികളും പണക്കൊതിയും എല്ലാമായി ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം ഈ ശരീരത്തിനാണ് ഒന്നാം സ്ഥാനം. ലോകത്തിലേക്കും ദൈവജനത്തിന് പോലും ഒരുപക്ഷെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവൻ ഉൾപ്പെടെ കണ്ടുമുട്ടുന്നു. സോറി, ഐ എം എക്സ്ട്രീംലി സോറി. എല്ലാ ദിവസവും പോകുന്നതിനുൾപ്പെടെ കണ്ട് അവൻ്റെ പ്രവർത്തന രീതി കാണുമ്പോൾ കൊടുക്കുന്നത് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിനല്ല കൊടുക്കുന്നത് മുഴുവനും ഈ പണത്തിനും ഈ ശരീരത്തിനാണ് ഒന്നാം സ്ഥാനം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്ലേസ് ഓർ he gives first place to God. He has to give first place to God, but he is not at all giving first place to God, but he is giving first place to the world and perishing the earth. Praise the Lord. Praise the Lord. Praise the Lord. നശിച്ചു പോകുന്ന ഈ ഭൂമിക്ക്, നശിച്ചു പോകുന്ന എൻ്റെ ശരീരത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. നോട്ട് ഗിവിംഗ് ഫസ്റ്റ് പ്ലേസ് ടു സോൾ. അത് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എവിടെ പോയി എനിക്ക് വേറൊന്നും വേണ്ട. ഞാൻ പറയും, എനിക്ക് എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ ഉള്ള എൻ്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അതാ തിരിച്ചറിഞ്ഞ് മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഈ ദിവസങ്ങളിൽ ധ്യാനം എന്നതും ഇത് ധ്യാനം തന്നെയാണ്. അത് കൺവെൻഷൻ എന്ന് പേരിടുമ്പോൾ ഒരു ധ്യാനമാണ്. നമ്മുടെ ദേശത്തുള്ള എവിടെ നിന്നെല്ലാം ആളുകൾ ഓർക്കണം, ധ്യാനമാണ്. നിങ്ങൾ കർത്താവിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. എല്ലാവരും ചോദിക്കും അച്ഛൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും ഐ എം വെരി ഹാപ്പി. ഞാൻ പറയാം, എവിടെ ഏത് കമ്മ്യൂണിറ്റി പറയും ഈ ഇരിക്കുന്ന എല്ലാവരെക്കാളും സന്തോഷമാണ് ഞാനാന്ന് പറയും. പ്രസലോഷ് അതിന് കാരണം ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റി. പ്രസലോഷ് എന്നെ വസിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടി. ദാറ്റ് ഈസ് മൈ ഹാപ്പിനെസ്. പ്രസലോഷ് ദാറ്റ് ഈസ് മൈ ഹാപ്പിനെസ്. പ്രസലോഷ് പ്രസലോഷ് ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ, പറയും ഹല്ലേലൂയ. ബന്ധനം അടിയിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞ മക്കളെ, നന്നായിട്ട് കൈയടിച്ച്. രണ്ട് കാലം എടുത്ത് ഹല്ലേലൂയ പറയും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച ഞാനൊരു സാക്ഷ്യം ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുള്ള ആവർത്തിച്ച് പറയുന്നൊരു സാക്ഷ്യമാണ്. നമുക്കറിയില്ല, ഒരിക്കലും അമ്മ, വിശുദ്ധിയാരമ്മ എന്ന് വെച്ചാൽ അത്രമാത്രം വിശുദ്ധിയാരമ്മ. അമ്മയ്ക്ക് മക്കൾ 3-4 പേരുണ്ട്. മക്കളിൽ 4 പേരോളം ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗികളാണ്. ശരിക്കും 5 പേരും മാനസിക രോഗം, പക്ഷേ 5-മത്തെ ഇച്ചിരി വലിയ മാനസിക രോഗം, ഇച്ചിരി കൺട്രോൾഡാണ്. അതുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ അപ്പം വരച്ചു പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കുലുവയിലൊക്കെ നടത്തി കിട്ടുന്ന പണം കൊണ്ടാണ് ഈ കുടുംബത്തിലെ മക്കളുടെ രോഗവും ചികിത്സയും മരുന്നും എല്ലാം എല്ലാ കാര്യത്തിലും അമ്മ ഇങ്ങനെ ഇടപെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇളയ മകളുടെ ഒരു കല്യാണാലോചന വന്നു. ഒരു കുറവുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ആ കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നത്. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കുഞ്ഞുണ്ടായി. പക്ഷെ ആദ്യത്തെ കുഞ്ഞിനൊരു വല്ലാത്തൊരു രോഗമാണ്. ആ കൊച്ചിൻ്റെ കഴുത്തിൻ്റെ അസ്ഥി ഇല്ല, അല്ലെങ്കിൽ ഉറച്ചിട്ടില്ലെന്ന് പറയാൻ, ശരിക്കും ഈ അസ്ഥി ഇല്ല. അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് ഈ കൊച്ചു 1 വയസ്സ് കഴിഞ്ഞു, മുഴുത്തൊരു കൊച്ചാണ്. എൻ്റെ അടുത്തൊരു വെച്ച് മുഴുത്ത കൊച്ചാണ്. അപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ട് ഈ അമ്മയും മകളും ഈ കുഞ്ഞിനെ കൊണ്ട് വരികയാണ്. അമ്മയാണ് കൊണ്ടുവരുന്നത്. അമ്മയുടെ കയ്യിലിരിക്കുന്നത്, പ്രായമുള്ള അമ്മയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് നല്ല വിശ്വാസം. എന്നെ ഒരു വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ അമ്മ ഒന്ന് പ്രാർത്ഥന പഠിക്കും. നമുക്ക് ചില നമ്മൾ കണ്ട അവരെ തൊട്ടുപൊത്താൻ തോന്നുന്നുണ്ട്. കാരണം അത്രയും വിശുദ്ധിയുള്ളൊരമ്മ, ഹോളിയാരമ്മ, വളരെ ഡീസൻ്റ് ഒരമ്മ, നല്ല ഈ ചട്ടയും മുണ്ടൊക്കെ എടുത്തു, നല്ല ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ, നല്ല ആത്മാവിൽ നിറഞ്ഞൊരമ്മയാണ്. അമ്മയെ കൊച്ചായിട്ട് അച്ഛ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് അച്ഛനെ വിശ്വാസം, അച്ഛന് പരിശുദ്ധമാണെന്നുണ്ട്. ഞാൻ പറയും എന്നെ മാത്രമല്ല അമ്മച്ചിയിലും ഉണ്ട്, അതുകൊണ്ടാണ് അമ്മച്ചി ഇങ്ങോട്ട് വന്നത്. പ്രസലോഷ് നമ്മൾ പ്രാർത്ഥിക്കാൻ തോന്നണമെങ്കിൽ തന്നെ നമുക്ക് ആത്മാവിൻ്റെ പ്രേരണ വേണമല്ലോ, അല്ല എനിക്ക് മാത്രം ഉണ്ടായപ്പോഴല്ലോ, അവിടെ ഉണ്ടാവണമല്ലോ ആ ബോധ്യം. പ്രസലോഷ് അപ്പം അങ്ങനെ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് കരച്ചിലേ അമ്മ അച്ഛ ആകെ എല്ലാം തകർച്ചയാണ്. മക്കളിങ്ങനെ കിടക്കുന്നു, ഇവളുടെ കല്യാണം കഴിഞ്ഞു, ഇങ്ങനെ നടക്കുന്നു, ഞാൻ ആകെ മടുത്തു. അച്ഛൻ പ്രാർത്ഥിക്കും. ഞാൻ പറ അമ്മ പറ. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, ഈ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നു. പ്രസലോഷ് ഞാൻ പറയുന്നത് എങ്ങനത്തെ പറ്റിയത്? അപ്പം ഇവരെ കഴുത്തിന് അതിൻ്റെ അമ്മ എനിക്കിത് മനസ്സിലാകാൻ വേണ്ടി ആ തലയുടെ ഭാഗത്ത് അമ്മ കൈ ഇങ്ങ് എടുത്തപ്പോഴത്തേക്കും വട്ടം ഒടിഞ്ഞു കിടക്കും, വട്ടം കറങ്ങുക കഴുത്തിങ്ങനെ. നമ്മൾ പേടിച്ചു കാണാതിരിക്കട്ടെ അങ്ങനെയുള്ള സീനുകളൊക്കെ. അപ്പം ഞാൻ പറയാം അമ്മ പിടിച്ച് അമ്മ പെട്ടെന്ന് പേടിക്കാൻ പറയും. ഞാൻ പറയൂ പേടിച്ചു. ഞാൻ ആ കുഞ്ഞിൻ്റെ തലയോട്ട് കുരിശ് വരച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു. അന്നേരം അപ്പസ്തലന്മാർക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കും, നമ്മളുള്ള പരിശുദ്ധാത്മാവ് ചലിക്കും. പ്രസവം സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, കുരിശ് വരച്ചു. ഞാൻ അവിടെ കൊണ്ടുപോക്കോ, ദൈവം ഇടപെട്ടിരിക്കും. പ്രസലോഷ് പോയി അന്ന് രാത്രി തന്നെ കർത്താവിൻ്റെ മഹത്വമേറിയ ഇടപെടൽ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ട്. പ്രസലോഷ് പിന്നീട് കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കിന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ലോകത്തിലെ എല്ലാ മീഡിയകളുമുണ്ട്, ഒരുപാട് സിനിമകൾ അതും എല്ലാം കണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്, ഇന്ന് ക്രിസ്ത്യാനി വേദനിപ്പിച്ചത് ആരെയാണ്? ഏറ്റവും കൂടുതൽ അവരെ വസിക്കുന്നത് ദൈവത്തെയാണ് വേദനിപ്പിച്ചത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ചുറ്റുമുള്ളവരൊക്കെ വേദനിപ്പിക്കാൻ തോന്നുന്നതും പീഡിപ്പിക്കുന്നതെല്ലാം. നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നമ്മളിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യത്തെ, സ്വർഗത്തെയാണ് വേദനിപ്പിച്ചത്. പരിശുദ്ധ അമ്മയാണ് നമ്മൾ വേദനിപ്പിച്ചത്. ഈശോയ്ക്ക് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്, ഈശോയെ തന്നെ വേദനിപ്പിക്കുന്നത്. പൗലോസിനോട് ഈശോ ചോദിക്കുന്നത്, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? വൈ ഡു യു പെർസിക്യൂട്ട് മീ? ഈ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ വാക്കുകളൊക്കെ സംസാരിക്കണം. ഇവൻ പരിശുദ്ധാത്മാവിന് ചേരാത്ത തൊട്ടുമുമ്പ് നടത്തലച്ഛൻ പറഞ്ഞു കുലീനത്വത്തെക്കുറിച്ച്. അതെ, അച്ഛൻ പറഞ്ഞ കുലീനത്വത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ അതാണ് വിശുദ്ധമായ ജീവിതം. അതാണ് വേണ്ടത്, അതാണ് ഏറ്റവും വലിയ കുലീനത്വം. ആ വ്യക്തിയെ തൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുള്ള ജീവിതമാണ് ഏറ്റവും വലിയ കുലീനത്വത. അവൻ അറിയുമ്പോൾ തന്നെ പക്വത പാലിക്കും. ഒരു വ്യക്തിയുടെ പക്വത അവനിലുള്ള ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോഴാണ്. അവനിലുള്ള ദൈവസാന്നിധ്യത്തെ
തിരിഞ്ഞ് മുഴുവൻ കാണുന്നത്, ലോകത്തിൻ്റെ കാണുന്നത് മാർക്കറ്റ്, അത് കച്ചവട സംസ്കാരമാണ്, മുഴുവൻ കച്ചവടമാണ്. എല്ലാത്തിനും മാർക്കറ്റ്, എല്ലാം തിന്നുക, കുടിക്കുക, ഉപയോഗിക്കുക, അതിലെ ആരെയും പീഡിപ്പിക്കുക. ഒരു മനസാക്ഷി ഇല്ലാത്ത ചില ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു പറയുന്നുണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവർ ദൈവത്തെ വിശ്വസിക്കാത്തവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പ്രസലോഷ്, ഈ ദൈവവിശ്വാസം എന്ന് വെച്ചാൽ അവരിലുള്ള ദൈവ സാന്നിധ്യത്തെ വിശ്വസിക്കാത്തൊരുവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. രണ്ട് കരം പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒന്നുകൂടെ സ്തുതിച്ചേ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധി അമ്മ പ്രഘോഷിക്കുന്ന എന്താണ്? ലൂക്ക 1:46. എൻ്റെ ആത്മാവ് കർത്താവിനെ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ അമ്മ അമ്മയിലുള്ള ആത്മാവിനെ സ്തുതിക്കുന്നു, ദൈവ സാന്നിധ്യത്തെ സ്തുതിക്കുന്നു. നിന്നിലുള്ള ഏറ്റവും വലിയ അറിവ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നു എന്ന് ആ വ്യക്തി തിരിച്ചറിയണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധ ആത്മാവിനെ എനിക്ക് ഒന്ന് അറിയാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ഉള്ളിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഉദ്ധിതനായ ഈശോയുടെ സജീവ സാന്നിധ്യം നിന്റെ മേലുണ്ട്. ശരിക്കും ഈ പരിശുദ്ധ കുർബാന എന്നോട് ഈശോ പറയാറ് ചെറുപ്പത്തിൽ, ഈ ആത്മാവിൻ്റെ ബോധ്യം കിട്ടുമ്പോൾ ഞാൻ ഈശോയുടെ, ഈശോയെ ഈ ആത്മാവിനെ വളർത്തണം എന്നൊക്കെ പറയാം. ആത്മാവിനെ എൻ്റെ അതെങ്ങനെ എനിക്കൊന്നും മനസ്സിലാവും. 2 ഭക്ഷണം കൊടുക്കാം. ഒന്ന് പരിശുദ്ധ കുർബാനയാകുന്ന ഭക്ഷണം കൊടുക്കാം, എന്നും കൊടുക്കുന്നു ഈ ആത്മാവിനാണ്. 2 ദൈവവചനം ഭക്ഷിച്ച് ആ വഴിയിലൂടെ നടക്കുക, ആ വഴിയിലൂടെ മാത്രം പോകും. ജീവിക്കുന്ന സുവിശേഷം അല്ല പഠിച്ചതല്ല, ജീവിതം കൊണ്ട് സുവിശേഷത്തിന് പ്രഘോഷിക്കുക. ജീവിതം കൊണ്ട് വചനം ഇത് വളരും, നമ്മൾ വളരെ ഇത് പ്രവർത്തിക്കും. എന്തൊരു സന്തോഷമായിരിക്കുന്നറിയോ? അപ്പോഴാണ് നമുക്ക് ദൈവിക ദർശനങ്ങളും വെളിപാടുകളൊക്കെ നമുക്ക് ലഭിക്കുന്ന ആ സമയത്ത്. ശബ്ദമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു മനോഹരമായൊരു ഒരു സംഭവം പറയുന്നുണ്ട്. അത് കേൾക്കാൻ വലിയ സന്തോഷം. അതായത് മോശയുടെ ഒരിക്കൽ മോശ ഇങ്ങനെ ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതായത് മോശ ഒറ്റയ്ക്ക് നടന്ന് ശുശ്രൂഷ ചെയ്ത് മോശം മടുത്തു. അപ്പം ദൈവം മോശയോട് പറയുന്നുണ്ട്, ശ്രേഷ്ഠന്മാരെല്ലാം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ ഒരുമിച്ച് കൂട്ടിക്കോളും, അഭിഷേകം കൊടുക്കാന്ന് പറയും. ഇനി വചനം ഞാൻ വായിക്കാം, വചനം വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. മോശ പുറത്തു ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നു. കാരണം 72 പേരുടെ കൂട്ടത്തിൽപ്പെട്ടവർ, 70 പേരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവർ 2. പക്ഷെ ആ സമയത്ത് മോശയുടെ ചുറ്റി 70 പേരേ ഉള്ളൂ. ഈ 68 പേരേ ഉള്ളൂ. ഈ 2 പേരൊരു കൂടാരത്തിനുള്ളിലായിരുന്നു. പക്ഷെ ഈ പട്ടികയിൽ, അതായത് ദൈവം നിശ്ചയിച്ച 70 പേരിൽ ഇവരും ഉള്ളതാണ്. അതുകൊണ്ട് അവർ മോശയുടെ തൊട്ടടുത്ത്, ഈ കൂടാരത്തിന് തൊട്ടടുത്ത് ഉള്ളവരല്ലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരായിരുന്നുകൊണ്ട് അവർ കൂടാരത്തിനുള്ളിലാണ് കഴിഞ്ഞിരുന്നെങ്കിലും അവർക്കും ഈ മോശയുടെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം കിട്ടുകയും അവരും പ്രവചിക്കാനും തുടങ്ങി. അപ്പോൾ അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്നൊരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. ജോഷുവ പെട്ടെന്ന് പറയാൻ അവരെ വിലക്ക്. 2 ഇവിടെയുള്ളവരല്ല, അവർ പുറത്തുള്ളവരാണ്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ ഇപ്പോഴും നീ അസൂയപ്പെടുന്നു, നിനക്കെന്തിനാ അസൂയപ്പെടുന്നത്? അതിനുശേഷം പറയാം, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ ജനം മുഴുവൻ, ഏറ്റു പറയാമോ? കർത്താവിൻ്റെ ജനം മുഴുവൻ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഒന്നും കൂടെ പറയാമോ? കർത്താവിൻ്റെ ജനം മുഴുവൻ
പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഹല്ലേലൂയ. ശരിക്കും നോക്കിയേ, മോശ, ഈശോ അല്ലേ എല്ലാം ഒരുപോലെ നിൽക്കുന്ന ദൈവഹിതം എന്താ? നമ്മളെല്ലാവരും ഇത് അറിയണം. എല്ലാവരും അറിയേണ്ടതാണ്. നമ്മളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം അറിയണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മതത്തെ, കത്തോലിക്ക സഭയെ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കാരണം ദൈവ സാന്നിധ്യം നമ്മളിൽ വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം നീയിരിക്കുന്ന കൂട്ടായ്മ മാത്രം ലോകം മുഴുവനുള്ള ദൈവജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളൊക്കെ ദൈവം എവിടെ നിന്ന് നാട് നേടി ഓടി നടക്കുന്ന ആൾക്കാണ്. പലപ്പോഴും ഞാൻ കൺവെൻഷൻ സെൻ്ററിലേക്ക് അവിടേക്ക് ഇവിടേക്ക് എല്ലായിടത്തേക്കും ആളുകൾ ഓടുമ്പോൾ ഞാൻ പറയും, ഓടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓടേണ്ടത് അങ്ങോട്ടല്ല, നിങ്ങളുടെ ഉള്ളിലോട്ടാണ് ഓടേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള മാമോദീസായിലൂടെ ജീവൻ പ്രാപിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ അറിഞ്ഞ് ആരാധിക്കണം, സ്നേഹിക്കണം. നിങ്ങളത് അറിയണം. നിങ്ങൾ ആ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമായിട്ട് നിങ്ങൾ ദേവാലയ കേന്ദ്രീകൃതമായ, ബലിപീഠം കേന്ദ്രീകൃതമായ ജീവൻ നയിക്കണം. അവിടെ ഒരു സത്യമായ പ്രബോധനമാണ്, അല്ല തെറ്റായ പ്രബോധനമൊന്നുമല്ല അച്ഛൻ നൽകുന്നത്. ഇത് ശരിയായ പ്രബോധനമാണ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തെ അനുഭവിച്ചു. നിങ്ങൾക്കും അണക്കരയിലോട്ട് എന്തിനാ ആളുകളെല്ലാം ഓടിക്കൂടുന്നല്ലേ? ജനം വന്ന് ഇപ്പോഴും പ്രാർത്ഥിക്കും. ഇപ്പോഴും ഇഷ്ടംപോലെ ദൈവജനം വന്ന് പ്രാർത്ഥന മേടിക്കുന്നു. എന്താ കാര്യം? എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു തുടങ്ങിയ തൊട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പറയും ഹല്ലേലൂയ. ദൈവം നമ്മളെ വസിക്കുന്നു. 2 കരമെടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുവിൻ, പരീക്ഷിക്കുവിൻ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ അറിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അവിടെ നമ്മൾ നോക്കുന്നത് ഈ ആത്മാവിനല്ല, ബാഹ്യമായതാണ് നോക്കുന്നത്. ഇതെല്ലാവരും ബാഹ്യമായത് മാത്രമേ നോക്കുന്നുള്ളൂ. എല്ലായിടത്തും നോക്കുന്നു, ബാഹ്യമായത് നോക്കുകയാണ്. ബാഹ്യമായ അതൊന്നും വിലയുള്ളതല്ല. വിലയുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയതും കണ്ടുമുട്ടിക്കും ഇന്നും കണ്ടുമുട്ടുന്നതും. ഒരു സെക്കൻഡ് ഞാൻ ഇതാണ്, എൻ്റെ അടുത്ത് രോഗികൾ വരുമ്പോഴോ തകർന്ന ജീവിതങ്ങൾ വരുമ്പോഴോ വിഷമിച്ചിരുമ്പോഴോ ഞാൻ ചില സമയത്തേക്ക് പറയുമ്പോൾ ദൈവം തന്നെ ചിലപ്പോൾ സമയം നമ്മുടെ മനുഷ്യബുദ്ധി സംസാരിച്ച് പോയെന്നും വന്നിട്ടുണ്ട്. പക്ഷേ ദൈവാത്മാവ് സംസാരിക്കുന്ന സമയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആത്മാവ് തന്നെയാണ് അത് സംഭവിക്കുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ധ്യാനം കഴിയുമ്പോൾ, ഈ 5 ദിവസത്തെ കൃപാഭിഷേക കൺവെൻഷൻ കഴിയുമ്പോൾ ഈ ദേശത്തുള്ള മുഴുവൻ ആളുകളിലും ഈ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉജ്ജ്വലിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബങ്ങളെല്ലാവരിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം വ്യാപരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കൾ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മക്കൾക്ക് കൊടുത്ത ഒറ്റ സമ്പത്തേ ഉള്ളൂ, മാമോദീസ. മോനിക്ക പുണ്യതൊരു അവസാനം പറയുമ്പോഴത്തേക്കും ഈ മോനിക്ക പുണ്യത ഇപ്പം ഈ സെൻ്റ് അഗസ്റ്റിൻ മാമോദിസ ക്രിസ്ത്യാനിയായി അവിശ്വാസിയായിരുന്ന ഭർത്താവ് അവസാനം മാമോദിസ സ്വീകരിക്കുന്നു. മോനിക്ക പുണ്യതയുടെ മകള് സന്യാസിനിയായി, വിശുദ്ധിയായ സന്യാസിനിയായി. മോനിക്ക പുണ്യത മകൻ കല്യാണം കഴിച്ചു. ഇതിൽ 3 പെമ്മക്കളുണ്ടായി. ആ 3 മക്കൾ സന്യാസിനികളായി. മോനിക്ക പുണ്യത വിശുദ്ധിയായി ഒരു വിശുദ്ധന് ജന്മം കൊടുക്കുകയും ചെയ്തു. ഇതാണ് ബ്രഹ്മത്വം, ഇതാണ് കൃപ, അതാണ് വലുത്. കാരണം അവരെല്ലാം പ്രത്യേകം എന്താ, അവര് മറ്റൊരുവരും ദൈവത്തെ കണ്ടു, ആത്മാവിനെ കണ്ടു. ആ അമ്മയുടെ ശുശ്രൂഷ മുഴുവനും ആത്മാക്കളെയാണ് ശുശ്രൂഷിച്ചത്. ഇന്നത്തെ മാതാപിതാക്കളും ആത്മാക്കളെ ഒന്നുമല്ല ശുശ്രൂഷിക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. സുഖത്തെയാണ് ശുശ്രൂഷിക്കുന്നത്. കൂടുതൽ സുഖിക്കണം മക്കളെ. എൻ്റെ മകന് കൂടുതൽ സുഖം, എൻ്റെ ഭർത്താവിന് കൂടുതൽ സുഖം, എൻ്റെ ഭാര്യയ്ക്ക് കൂടുതൽ സുഖം, എൻ്റെ വീടിന് വലിപ്പം, ഇതാണ് പുറമേ ഉള്ളത് പണിതുകൊണ്ടിരിക്കുക. ഇന്നല്ലേ നാളെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പിന്നാലെ പോകുക. 1 യോഹന്നാൻ 2:15-16-17 ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. ലോകവും ലോകത്തിൻ്റെ മോഹങ്ങൾ കടന്നു പോകുന്നു. ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലൂക്കാസ് സുവിശേഷം 21:34 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും. ഇതെല്ലാം ഈ പ്രാർത്ഥിക്കാൻ പോയിട്ട് അവിടെ ഇവിടെ എല്ലാം പ്രാർത്ഥിച്ചും ചില വിശ്വാസം പോയ ആൾക്കാരുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല, പ്രാർത്ഥിച്ച് കല്യാണം നടന്നില്ല, മക്കളുണ്ടായില്ല, വിദേശത്ത് പോയില്ല, ഞാൻ ചോദിച്ചത് കിട്ടില്ല, അവിടെ കിട്ടി, ഞാൻ അവിടെ എല്ലാം ഓടിയത്. അതിന് കാരണം വെച്ചാൽ അങ്ങനെ ഇത് മുഴുവൻ പോയത് എന്തിനു വേണ്ടിയായിരുന്നു? ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം.
ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം. ഇവരാരും തന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല. ചിലപ്പോൾ അണക്കരെ പോലെ ഉണ്ട്, എന്നെ കാണാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടും. വരുമ്പോൾ പറയും അച്ഛനെ എപ്പോഴും കാണും. ഇവർ പറയും പറ്റത്തില്ല, നിങ്ങൾ പോയി കുമ്പസാരിക്കാൻ പറയും, കൗൺസിലിംഗ് നടത്താം. അവർ പറയും ഞങ്ങൾക്ക് രണ്ടും പറ്റത്തില്ല, അല്ലാതെ കാണണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമി ഇളകിയാലും പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ തല്ലിയാലും പ്രൈസ് ദി ലോർഡ്, കുമ്പസാരവും കുർബാന കൗൺസിലിംഗും നടത്തുക. അല്ല, കുമ്പസാരത്തിന് വേറൊന്നുമില്ല, കുമ്പസാരത്തിന് ഒരുക്കുക, കുമ്പസാരത്തിന് ഒരുങ്ങി കുമ്പസാരിപ്പിക്കുക. അതിനുവേണ്ടിയാണ് കൗൺസിലിംഗ് കുമ്പസാരം. അല്ലാതെ കുമ്പസാരം കൗൺസിലിംഗ് അല്ല കൗൺസിലിംഗ് കുമ്പസാരം അല്ല. പ്രൈസ് ദി ലോർഡ്. കൗൺസിലിംഗ് വെച്ചാൽ ഒരുക്കുകയാണ്, ഒരുങ്ങി കുമ്പസാരിച്ചിട്ട് വന്നിട്ട് അവരുടെ പാപം മാറാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകില്ലെന്ന് അവരോട് പറഞ്ഞേക്കാം. എൻ്റെ അനുഭവമല്ലേ, എനിക്കെൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് പലതും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർ കുമ്പസാരിച്ചൊരുങ്ങി അവർ വിശുദ്ധീകരിക്കപ്പെട്ട് വന്നാലേ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. കാരണം എൻ്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ശബ്ദപ്പെടുത്തു ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ വിശുദ്ധീകരിച്ചാൽ മാത്രം, അതാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് ഈശോ പത്രോസിനോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കാം. നീ കഴുകണം, നിന്നെ കഴുകാൻ ദൈവം ആകും. നീ വിശുദ്ധീകരിക്കപ്പെടണം. നിന്റെ പഴയ ജീവിതം എടുത്ത് കളയണം നീ. പാപകരമായ ബന്ധങ്ങൾ കളയണം. ചില ഫോൺ നമ്പറുകൾ ലോക്ക് ചെയ്യണം നീ, അത് കളയണം നീ. ചിലപ്പോൾ സിമ്മോടുകൂടെ കത്തിച്ച് കളയണം. ചില പാപത്തിന്റെ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ലോകാരൂപി നീ മാറണം. നീ ദൈവത്തിന്റെ മകനായിട്ട് മാറണം. ഈശോയുടെ ശിഷ്യനായിട്ട് നീ മാറണം. അല്ലാതെ ഇങ്ങനെ പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തിരക്കൊന്നും കിട്ടില്ല. പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ വന്ന് തലേ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങളുള്ള ആത്മാവ് തന്നെ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവ് തന്നെ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ തന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആരെ എനിക്ക് വേണ്ടി പ്രാർത്ഥന. ഞാൻ പറയാം, എനിക്ക് ആരും വേണ്ടി ഞാൻ അങ്ങനെ ആരുടെ പോയി പ്രാർത്ഥന മേടിക്കാറൊന്നും പോകാറില്ല. പിന്നെ എങ്ങനെ അച്ഛൻ അനുഗ്രഹം കിട്ടുന്നത്? എന്നെ പ്രവർത്തിക്കുന്ന പരിശുദ്ധ ആത്മാവ് തന്നെ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അഭിഷേകം തരുന്നത് ആ ആത്മാവ് വളരട്ടെ, വിശുദ്ധീകരിക്കപ്പെട്ട്. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. അതാണ് ഓരോ ദിവസം സഹനങ്ങൾ എടുക്കണമെന്ന് ഈശോ പറയും, ഓരോ പീഡാനുഭവങ്ങൾ എടുക്കണമെന്ന് പറയും, കുരിശെടുക്കണമെന്ന് പറയും, ഒറ്റപ്പെടൽ എടുക്കണമെന്ന് പറയും, അപമാനം എടുക്കണമെന്ന് പറയും, നിന്ദനം എടുക്കണമെന്ന് പറയും, കല്ലേറൊക്കെ ഏറ്റെടുക്കണം പറയും. നമ്മൾ ഈ ഫ്രാൻസിസ് പുണ്യാളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ കിട്ടുന്നത് കല്ലേറ് കിട്ടുമായിരുന്നു ഭയങ്കരമായിട്ട്. ഏറ്റവും കൂടുതൽ കല്ലേറ് കിട്ടിയ വിശുദ്ധരിൽ ഒരാൾ പറയുന്നത് ഫ്രാൻസിസ് പുണ്യാളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയും വെച്ച് ഒരു കല്ലേറെങ്കിലും കിട്ടിയിട്ടേ പുള്ളി പോകുള്ളൂ എന്ന് പറഞ്ഞാൽ. ഇന്നും സഭയുടെ ചരിത്രം നോക്കുമ്പോൾ എന്തോ ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് മാറി. മേടിക്കണത് നമ്മളത്, അതൊക്കെ എടുക്കണം നമ്മൾ, നമുക്ക് നല്ലതാണത്. അഗസ്തീനോസിനൊക്കെ എന്തോ ഒരു കല്ലേറ് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടണം നമ്മൾ. അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂദാശകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നു വെച്ചാൽ കുമ്പസാരം നന്നായിട്ട് നടത്തി, മനസ്സ് നൊന്ത് കണ്ണുനീരൊടുക്കി കുമ്പസാരിച്ച്, വെറുതെ കുമ്പസാരിച്ച പോരാ, അത് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലക്കൊരു മാനസിക സന്തോഷ സുഖത്തിന്റെ ഭാഗമായിട്ടാണ് കുമ്പസാരിച്ചു എല്ലാം പറഞ്ഞ പിന്നെ ഫ്രീ ആയി. നീ ഫ്രീ ആയി, പക്ഷെ കർത്താവ് ഫ്രീ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ഫ്രീ ആകണം. നിന്റെ ഉള്ളിലുള്ള കർത്താവിന് ഫ്രീ ആയോ? നീ ഫ്രീ ആയി പറഞ്ഞപ്പോൾ, പക്ഷെ കർത്താവ് ഫ്രീ ആയോ? കർത്താവ് ഫ്രീ ആകണമെങ്കിൽ നിന്റെ തീരുമാനവും ആ തീരുമാനത്തിലുള്ള നിന്റെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും കാണുമ്പോഴാ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് സന്തോഷം ഉണ്ടാകുക. അല്ല, നീ സംസാരിച്ചപ്പോൾ നീ ഫ്രീ ആയി. എന്ത് ഫ്രീ ആയി? സൈക്കോളജിക്കൽ റിലീഫാണോ? അല്ലല്ല, അത് ആത്മീയമായൊരു വിടുതലുണ്ടാകണം. ആത്മീയ നീ ആ പാപത്തെ ഉപേക്ഷിക്കുന്നു. ഈശോയ്ക്ക് മനസ്സിലാകണം, നീ ഇന്ന് കുമ്പസാരിച്ചത് സത്യസന്ധമായിട്ടാണ്. നീ കുമ്പസാരിച്ച് പാപം ഉപേക്ഷിച്ചു, ആ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു, ആ സ്വഭാവം മാറ്റി, നീ ക്ഷമിച്ചു, ക്ഷമ ചോദിച്ചു, നീ ആ ദുശീലങ്ങൾ കളഞ്ഞു, നീ ആ വൈരാഗ്യം കളഞ്ഞു, നീ സഭാവിരുദ്ധമായ നിന്റെ കാഴ്ചപ്പാട് നീ കളഞ്ഞു, നീ അവിശ്വാസം നീ കളഞ്ഞു എന്ന് ആ കർത്താവിന് തോന്നണം. വേറെ ആർക്കും തോന്നിട്ട്, വേറെ ആരും തോന്നിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ ഈ ഭൂമിയിലുള്ള ആരെയും തോന്നിപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്ക് മുമ്പ് ഞാൻ നല്ല പിള്ള ചമഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നല്ല പിള്ള ചമയണം. വിധിക്കുന്നവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, ഞായറാഴ്ച മുതൽ എലിയാസ്ലീഹ മൂശക്കാലത്തേക്ക് സഭ പ്രവേശിച്ച് കഴിഞ്ഞ് വിധിക്കുന്നവൻ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. വിധിക്കുന്നവൻ ആരാ? ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ആര് പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവം പ്രവർത്തിക്കാതെ നമുക്കൊന്നും കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, എൻ്റെ ഈ ശുശ്രൂഷ മേഖല കൊണ്ട് ഞാൻ പഠിച്ചൊരു സത്യം സഭാമക്കളായ നിങ്ങളോട്, ദൈവമക്കളോട് പറയാൻ ഒറ്റ ആഗ്രഹമുള്ളൂ.
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾ ധരിച്ചിട്ടുണ്ട്, അതിന് വിരുദ്ധം നിങ്ങൾ ദൈവ സാന്നിധ്യമുണ്ട്, ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. തോന്നലല്ലിത്, എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ച് ആൾ പറയും, അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയും, ഞാനും വേറെ എൻ്റെ 3.5 വർഷം, ആദ്യകാലം 3.5 വർഷം ഞാൻ ഒരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ നാളുകളായിരുന്നു. ദൈവവചനം ഇരുന്ന് വായിക്കുമായിരുന്നു. ഞാൻ ലോകത്തിൻ്റെതായ എല്ലാത്തിനും ഓടി മാറുമായിരുന്നു, ഒരു കാര്യത്തിൽ ഇടപെടാതെ. എന്നെ തന്നെ കർത്താവിന് അടിയറ വെച്ചൊരു 3.5 വർഷത്തെ ധ്യാനം നടന്നിട്ടുണ്ട്. സെമിനാരി പഠിച്ചുകൊണ്ട് കാലത്ത് തുടങ്ങിയ സംഭവമാണത്. അതെൻ്റെ ജീവിതത്തിൽ കുർബാനയോട് ഈശോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അവൻ പ്രവർത്തിക്കണം. അത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ എനിക്ക് കർത്താവിന് സഭയെ ശുശ്രൂഷിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ പറ്റുന്നു. പോകുന്ന വഴി ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു കാര്യമേ എനിക്ക് സഭയെ പഠിപ്പിക്കാനുള്ളൂ. എനിക്ക് പഠിപ്പിക്കാൻ ഞാൻ ആരുമല്ല, പക്ഷെ ഒരു കാര്യം പഠിപ്പിക്കും, നമ്മളിൽ ജീവിക്കുന്ന ദൈവം വസിക്കുന്നുണ്ട്. പ്രസലോഷ് ഇരിക്കുന്ന നമ്മളെല്ലാവരും കർത്താവിന് സാന്നിധ്യമുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങൾ കർത്താവിന് സാന്നിധ്യമുണ്ട്. പ്രസലോ സർവ്വ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താവ് നന്ദി പാട്ട് ഉച്ചത്തിൽ. ആമേൻ. പ്രസലോ. ചിലപ്പോഴൊക്കെ ഈ പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സംഭവം, ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ പൈശാചിക അളകിട്ട് എന്നോട് പറയും, ഞാനിവനെ തരികയല്ലോ പറയും, കൊടുക്കുകയല്ലോ, ഇവനെ നിനക്ക് എന്നോട് പറയും, നിനക്ക് ഞാൻ ഇവനെ തരികയല്ലോ. ഞാൻ പറയും, തന്നേ പറ്റൂ. എന്തുകൊണ്ട് അവനെ ചോദിച്ചു? ഞാൻ പറയും, ഈ കുഞ്ഞ് കർത്താവിൻ്റെ കുഞ്ഞാ എല്ലാം ചോദിച്ചു. ഇവൻ തന്നെ എന്നോട് പറയും, അതെ ഈ ആള് കർത്താവിൻ്റെതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കൊള്ളാൻ പറയും. അപ്പം ഇത് മാറിക്കൊടുക്കും ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറയാം, ഇവന് പോലും അറിഞ്ഞുകൂടാ, ഈ കിടക്കുന്ന സ്ത്രീക്കോ പുരുഷനോ അല്ലെങ്കിൽ കുട്ടിക്കോ ഒന്നും അറിഞ്ഞുകൂടാ, ആ ആള് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൂടാ. പ്രസലോഷ്. ആ പിശാച് അവനെ വിട്ടുപോകുന്നതിൻ്റെ കാരണം തന്നെ ഈ കുട്ടി, ഈ ആള് ദൈവത്തിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ്. പ്രസലോഷ്. ദൈവത്തിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് അത് വിട്ടു, അല്ലാതെ വിട്ടുപോകില്ല. പ്രസലോ. ഇവിടേക്ക് നിങ്ങളെല്ലാവരും ഈശോയുടേതാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് സ്വന്തമാണ്. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ പ്രിയപ്പെട്ട മക്കളെ, ഈ അറിവിൽ നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, തിന്മകളൊക്കെ വിട്ടുപോകട്ടെ. ഈ ദിവസങ്ങളിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ ഈ ധ്യാനത്തിലേക്ക് വരുന്ന ഈ ആരംഭത്തിൽ തന്നെ എനിക്ക് 1-2 പൊതുവായ അറിയിപ്പുകൾ നൽകാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇന്ന് മുതൽ 5 ദിവസം, ഞായറാഴ്ച നമുക്കറിയാം, നമുക്ക് 8 നോയമ്പ് തുടങ്ങുന്ന സെപ്റ്റംബർ 1-ാം തീയതിയാണ് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന സഭ തുടങ്ങുകയാണ്. 8 നോയമ്പ് തുടങ്ങാൻ പോവാണ്. ആ 1-ാം തീയതി വരെയുള്ള ദിനങ്ങളിൽ നമ്മൾ 5 ദിവസത്തെ ഒരു കഠിനമായ പ്രാർത്ഥനയിലായിരിക്കണം ഈ ദിവസങ്ങളെന്ന് ഞാൻ പറയുന്നു. പറ്റുന്നുണ്ടെങ്കിൽ 5 ദിവസവും നോയമ്പ് എടുക്കണം, ഉപവാസം എടുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ 5 ദിവസവും നിങ്ങൾ സാധിക്കുന്നത്രയും സമയം, ഇവിടെ പ്രത്യേകിച്ച് പണികളോ ജോലികളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നിങ്ങൾ ഇത് വേറെ വീട്ടിൽ ഇതിൻ്റെ കാവലിരിക്കുന്നത്, വീട്ടിൽ അത്യാവശ്യം കൊണ്ടിരിക്കണമെങ്കിൽ ബാക്കി സമയം ദിവസത്തിനത് വന്നിരിക്കുക. പ്രയർ കരുണയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കുക. സമയമെടുത്ത് ഒരുങ്ങിച്ച ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ച് എഴുതിയിട്ട് ജീവിതത്തിൽ വന്നുപോയി പ്രമാണങ്ങളുടെ മേഖലക്ക് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, പാപം ഉണ്ടെങ്കിൽ ഒക്കെ ഓരോന്നോരോന്ന് എഴുതി അനുദപിച്ച് മാപ്പ് പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധമായ ഓർത്തോണം പ്രാർത്ഥിക്കുക, നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് നല്ല കുമ്പസാരം നടത്തി ജീവിതം വിശുദ്ധീകരിക്കുക. ആ കൂട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുമ്പസാരത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ കുമ്പസാരത്തിൽ ചില കൗൺസിലിങ്ങിലൂടെ വേണമെങ്കിൽ സഹായിക്കും. കുറച്ച് പേരെ മാത്രം കൊണ്ടുവന്നിട്ട് വളരെ അർജൻറ്റായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം. പ്രിസലോട്ട് ചിലതുകൊണ്ട് കൗൺസിലേഴ്സിൻ്റെ പുറകെ നടക്കുക. എനിക്കത് താല്പര്യം എനിക്കില്ല. നിങ്ങൾ ഒരുങ്ങാൻ വേണ്ടി കുമ്പസാരത്തിന് ഒരുങ്ങും. ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ എന്താണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞ് ഒന്നേ ചോദിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന എന്തോ ഒരു ബ്ലോക്കുകൾ തോന്നുന്നുണ്ട്, എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഏതെങ്കിലും മേഖല പാപം എന്നെ ആവശ്യം, എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് പറ. അങ്ങനെ അവരതാണ് പറയേണ്ടത്. ശരിക്കും കൗൺസിലേഴ്സ് സഹായിക്കേണ്ടത് ഒരുവൻ്റെ ആത്മരക്ഷയെ ബ്ലോക്ക് ചെയ്യുന്ന മേഖലകളാണ് പ്രവാചനത്തിൻ്റെ ആത്മാവ് അവരിലൂടെ വെളിപ്പെടുത്തി തരേണ്ടത്. അങ്ങനെ അത് കണ്ടുപിടിച്ച് അതെവിടെ പോയി പരിഹരിക്കണം? ഈ തടസ്സന്മാരുടെ കുമ്പസാരക്കൂട്ടിലേക്കാണ് പോകുന്നത്. പാപമോചനത്തിൻ്റെ അധികാരം സഭയിലാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. ആ കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് നിങ്ങളെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരൊഴുക്കി കുമ്പസാരിക്കണം. നിങ്ങൾ അങ്ങനെ അനുദപിച്ചതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷനാണ് പിന്നെ എൻ്റെ അടുത്തൊക്കെ ഒന്ന് പ്രാർത്ഥന മേടിക്കാൻ വേണ്ടി വരുന്നത്. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടിയെ കൊണ്ട് അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്ത് അണക്കരെ വന്നു. ഈ കുട്ടിക്ക് ജനിച്ച് 4 വയസ്സായിട്ട് കുട്ടി എഴുന്നേറ്റിട്ടില്ല. നട്ടലിന് എന്തൊരു രോഗം വന്നാണ്, ബൈബർത്ത് ജനിച്ചപ്പോൾ ഉള്ള പ്രശ്നം, കൈയും കാലെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഈ കൊച്ചിനെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്നിട്ട് അപ്പൻ്റെ അമ്മ പറഞ്ഞു, കുഞ്ഞ് നടന്നിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയെ കുട്ടിയെ നിലത്തോട്ടം കിട്ടും. അപ്പോൾ നിലത്തോട്ടപ്പോൾ ഈ കൊച്ചിങ്ങനെ നീന്തുക, 4 വയസ്സുണ്ട്. നമുക്ക് കാണുന്ന സങ്കടം, കാലൊന്നും അനക്ക് തളവാദം പൊട്ടിപ്പൊട്ട പോലെ കാലം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പെട്ടെന്ന് എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് സ്വരം വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നാളെ ആദ്യ ശനിയാഴ്ചയാണ്, നിങ്ങൾ പോയി ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് പോയി നന്നായിട്ട് കുമ്പസാരിച്ചിട്ട് നാളെ ശുശ്രൂഷിക്കും. പക്ഷേ നന്നായിട്ട് കുമ്പസാരിക്കും കേട്ടോ. 2 പ്രാവശ്യം എടുത്ത് നല്ല രീതിയിൽ കുമ്പസാരി അനുദപിച്ചോ. അതെല്ലാം അവർ പോയി നല്ല കൗൺസിലിംഗ് നടത്തുന്ന നല്ല ശുശ്രൂഷ ഒരാളുടെ അടുത്ത് വന്നു. അവർ കുറേ വഴക്ക് പറഞ്ഞു. ഇത് ഈ കൗൺസിലിംഗ് നടത്തിയ ആളെന്ന് വെച്ചാൽ കുറേ തിന്മയ്ക്കകത്ത് കുടുംബം കഴിയുന്നുണ്ട്. അതെല്ലാം ഏറ്റവും പറയിപ്പിച്ച് സോറിയൊക്കെ പറയും. പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. എല്ലാം എഴുതി കൗൺസിലിംഗ് നടത്തിയ ആളും കൂടെ എഴുതി കൊടുത്ത് എല്ലാം കൂടെ എഴുതി കൊടുത്ത് നല്ല പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് 2 പേരും കൂടെ ധ്യാനത്തിൽ കുമ്പസാരിച്ചെന്നിട്ട് പോയി കുമ്പസാരെല്ലാം നടത്തി നല്ല കുമ്പസാരത്തിൻ്റെ പള്ളിക്കകത്ത്. ഞാനൊന്നും അറിയുന്നില്ല, ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ വെക്കണം. ഞാൻ ഇത്രയും ജനം നിൽക്കുന്നുണ്ട്. ഞാൻ പൊതുവെ എല്ലാവരോടും ഒത്തിരി വർത്തമാനം പറയാൻ പോകാറില്ല, കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലും പോകാറില്ല. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ ആരാധന പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് ആരാധന നടക്കുക. ആരാധന ഞാനിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദർശനം പോലും സംഭവം എനിക്കുണ്ടായി. ഈ കുർബാനയ്ക്ക് ദിവികാരം ഇവിടെ എഴുന്നേറ്റ് വെച്ചിരിക്കുക. തൊട്ടു മുന്നിലായിട്ട് നോക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന് സാന്നിധ്യം പോലെ എന്തൊരു പെട്ടെന്നൊരു തോന്നൽ. എൻ്റെ ആത്മ കണ്ണടച്ച് പിടിച്ച് അപ്പം ഞാൻ ഈശോയുടെ സാന്നിധ്യം ആണല്ലോ എന്ന് തോന്നുകയും അടുത്ത നിമിഷം എനിക്കൊരു ദർശനം തന്നെ കർത്താവ്. ഞാൻ നോക്കുമ്പോൾ ദർശനം തന്നെ കാണിക്കുന്നത് നിലത്ത് കിടക്കുന്ന ഒരു കുട്ടിയെ ഈശോ ഇങ്ങനെ കൈക്ക് പിടിച്ചിങ്ങനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ മെസ്സേജായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ എവിടെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കാര്യമേ ഞാൻ വിട്ടുപോയായിരുന്നു. സത്യം പറഞ്ഞ ഈ കാര്യം ഒന്നും എൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞു എവിടെയൊന്നല്ല, ഒരു കൊച്ചിനെ കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് അത് ഈ കുട്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞ് സുഖപ്പെട്ടിട്ട് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈ അപ്പനും അമ്മയും കൂടി എൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഈ കുഞ്ഞിന് നടന്നു വരുമ്പോൾ കരഞ്ഞ് വാവിട്ട് കരഞ്ഞൊരു ഭീകരമായൊരു അന്തരീക്ഷം ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. ഒരു കുമ്പസാരം, മാതാപിതാക്കൾ ചിലപ്പോൾ കുമ്പസാരിക്കണം, നല്ല അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ മക്കളിലേക്ക് ഓടുക. കുമ്പസാരിച്ചു എന്ന് പറഞ്ഞ് കുറേ നമ്മൾ ഓടി നടക്കാറുണ്ട്. പക്ഷെ വേണ്ട പോലെ കുമ്പസാരിക്കണം. ചില പാപങ്ങൾ മറച്ചു വെച്ച് കുമ്പസാരിക്കരുത്, ഒളിച്ചു വെച്ച് കുമ്പസാരിക്കരുത്. അനുതാപം ഇല്ലാതെ ചില പാപം പറയരുത്. ചില പാപം എപ്പോഴും പോയി പറയുന്ന എനിക്കറിയാം, പക്ഷെ അത് തെറ്റാണെന്ന് അറിയാം, പക്ഷേ തെറ്റാണെന്ന് അറിയത്തില്ല. അറിയാം, പക്ഷേ അത് ഗൗരവത്വം കൊടുക്കുന്നില്ല. തെറ്റാണെന്ന് അറിയാം, പക്ഷെ ഗൗരവത്വം അത്ര വലിയ തെറ്റാണ്. സാറില്ല, പിന്നെ ആട്ടെ, അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റാം, പിന്നീട് മാറ്റാം. ഇപ്പം ഇതെങ്ങനെ മാറ്റാൻ പറ്റും? ഇതെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? അത് പിന്നീടാകട്ടെ, ചിലരുടെ കഴിയിട്ടാകട്ടെ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാകട്ടെ, കുറെ കൂടെ സുഖിച്ചിട്ടാകട്ടെ, കുറെ കൂടെ കുടിച്ചും തിന്നും എല്ലാം ആസ്വദിച്ചിട്ടാകട്ടെ, കുറെ കൂടെ കഴിഞ്ഞിട്ടാകട്ടെ. കഴിഞ്ഞ ദിവസം എന്നെ യൂറോപ്പിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ വന്ന് വലിയൊരു പ്രശ്നം, എൻ്റെ കുടുംബത്തിലെ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിന്റെ ഈശോ എന്ന് പറഞ്ഞത് നിന്റെ വീട്ടിലെ വസ്തു സംബന്ധമായ എന്തൊരു പ്രശ്നമുണ്ട്. അവൻ പിറയ്ക്കാൻ തുടങ്ങി. അതായത് അവന് പിടിച്ചു പറിച്ച് മേടിച്ചെടുത്തതാണ്. അത്രയും സ്ഥലം അവന് കിട്ടേണ്ടതല്ല, അവൻ്റെ സഹോദരൻ കൂടെ കിട്ടേണ്ടതാണ്. ഇവൻ പിടിച്ചു പറിച്ച് മേടിച്ചെടുത്ത സ്ഥലമാണ്. അവൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എന്നോടൊന്നും തോന്നരുത്, പരിശുദ്ധാത്മ ഇതൊന്നും കേൾക്കില്ല. അതൊക്കെ എൻ്റെ കഴിവാണ്. ഇതെൻ്റെ കഴിവാണ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചു മേടിച്ചത്, കട്ടെടുത്ത കഴിവാണ്. സ്വർണ്ണമോഷിച്ചത് കഴിവാണത്. ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയത് കഴിവാണത്. എല്ലാം എൻ്റെ കഴിവല്ലേ. കഴിവാണോ അത് പാപമായിരുന്നോ എന്ന് ചിന്തിച്ചു. ചിലത് കഴിവല്ലത്, അത് പാപമാണ്. പാപത്തെ കഴിവെന്ന് വിളിക്കുന്നൊരു കാലഘട്ടം ഇത്. ചില പാപമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ പറയും അത് നല്ല കഴിവുള്ളവനാന്ന് പറയും. 2 കുപ്പി കുടിക്കുന്നതിനെ കുറിച്ച് പറയും ഭയങ്കര കഴിവുള്ളവനാണ്. ചില അവിഹിത ബന്ധം ഭയങ്കര കഴിവല്ലത്, അത് പാപമാണ്. കാലം തെളിയിക്കൂ. പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ശരിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവവചനം പഠിപ്പിക്കുമ്പോൾ റോമാലേഖനം 5:5 ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിനോട് ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഒഴുകപ്പെട്ടിരിക്കും. ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. അതാണ് കൃപ. അത് നമ്മളിലുണ്ട്, ഇരിക്കും, നിങ്ങളെല്ലാവരിലും ഉണ്ട്. സംശയിക്കരുത്, അത് വിശ്വസിക്കുക, ആ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുക. അപ്പോൾ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ശ്രമണിച്ച് പറഞ്ഞു ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങൾ അടയാളെല്ലാം സംഭവിച്ചെടുത്ത് ഞാൻ കണ്ടു. ഒരു മാനസാന്തരം എന്നൊരു ആവശ്യമാണ്, മാനസാന്തരത്തിനുള്ള ആഗ്രഹം ആവശ്യമാണ്. അവർക്ക് മാറണം, ജീവിതത്തിൽ മാറ്റം ആഗ്രഹം ആവശ്യം.
അങ്ങനെയുള്ള ജീവിതങ്ങളിലാണ് ദൈവിക ഇടപെടൽ സംഭവിക്കുന്നത്, അനുഭവിക്കാൻ പറ്റുള്ളൂ. ദൈവം ഇടപെടും, പക്ഷേ അത് അനുഭവിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല. നമുക്ക് നന്നായിട്ട് അനുദപിക്കാം. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും ധാരാളമായിട്ട് ഒഴുകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അവിടെ നമ്മുടെ ഈ 5 ദിവസങ്ങളിലും എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കണം. എത്ര പേരുണ്ടെന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. 5 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനത്തിൽ പങ്കെടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ നാട്ടിൽ നിങ്ങൾ 3000-ഓളം ഇടവക്കാരുണ്ടെന്നാണ് എന്നോട് വിചാരിച്ചും പറഞ്ഞത്. ഞാൻ പറയും 3000 ഇടവക്കാരും ഈ ധ്യാനം കൂടണം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാതെ കൊടുക്കുക. ഇതൊരു പിന്നീട് അവസ്ഥ, പിന്നീട് പലപ്പോഴും ധ്യാനം കഴിയുമ്പോഴാണ് ഒത്തിരി പേർ ഞാനും കൂടേണ്ടതായിരുന്നു, ഞാനും കൂടണം. ഞാൻ പറയാം, പണ്ട് അനുഗ്രഹം പോയി കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ഓടിപ്പോയി വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി വന്ന് നിൽക്കുന്നൊരു സമയമുണ്ട്, ദൈവാനുഗ്രഹ സമയം. പലപ്പോഴും അതിൻ്റെ വില പലപ്പോഴും അറിയുന്നത് എല്ലാം കഴിയുമ്പോഴാണ്. പലതും നമ്മൾ അറിഞ്ഞത്, പല വിശുദ്ധരെക്കുറിച്ച് പോലും നമ്മൾ അറിഞ്ഞപ്പോഴാണ്, അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. ജീവിച്ചിരുന്നപ്പോൾ അവരൊന്നും നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല. പലരെയും നമ്മൾ അറിയുന്നത് പിന്നീടാണ്. അതുപോലെ ഈ ധ്യാനം ദൈവാനുഗ്രഹം, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, ദൈവാനുഗ്രഹത്തിൻ്റെ ധ്യാനമാണ്. ഈ തടത്തിലച്ഛനോട് പറഞ്ഞപ്പോൾ ഞാൻ സ്വന്തം പല പ്രാവശ്യം അച്ഛനെ ഇങ്ങോട്ട് എന്നെ വിളിച്ചതായിരുന്നു പലതായിട്ട്. പക്ഷേ അന്നും എനിക്ക് വരാൻ പറ്റിയില്ല, സാഹചര്യങ്ങളൊക്കെ പലയിടത്തും. പക്ഷേ ഇത് ദൈവം ഒരുക്കി, എല്ലാവരും ഒരുക്കി തന്ന എല്ലാം നല്ല. എനിക്ക് ഒത്തിരി സന്തോഷമായിപ്പോയി. അവരെല്ലാം വലിയ സാന്നിധ്യം, എനിക്ക് ഒത്തിരി ഹാപ്പി ആയിപ്പോയി. അവരൊക്കെ വിശുദ്ധമായ സാന്നിധ്യം, വിശുദ്ധരാണ് ഇവരൊക്കെ. കർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കുന്ന വൈദികർ നമ്മുടെ രൂപത്തിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ദൈവം നന്ദി പറയുന്നു. അപ്പോൾ ഈ നല്ല സാഹചര്യത്തിൽ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, ധ്യാനം നന്നായിട്ട് കൂടുക. നിങ്ങളുടെ ദേശത്ത് യുവാക്കന്മാർ, യുവതികൾ, കുട്ടികളൊക്കെ ധ്യാനത്തിന് കൊണ്ടുവന്നോണം. കുറച്ച് സമയം നോക്കണം. ഇതിന് നമ്മൾ വില കൊടുത്തില്ലെങ്കിൽ നമുക്കും വില കിട്ടത്തില്ല. പിന്നെ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ദൈവസന്നിധി ചെല്ലേണ്ടതാണ്. അത്യാവശ്യത്തിൽ ചെല്ലുമ്പം പിന്നെ തമ്പുരാൻ ചിലപ്പം മൈൻഡ് ചെയ്ത് പോകുന്നു വരുന്നില്ല. അപ്പോൾ ഉണ്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണം. മുഴുവൻ ആളുകളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ബന്ധുമിത്രാദികൾ കൊണ്ടുവിടും. പാലരൂപത വേറെ വലിയ കൺവെൻഷൻ ഉണ്ട്, അത് വേറെ പാലരൂപത കൺവെൻഷനാണ്. ഇത് നമ്മുടെ ഇടവക ധ്യാനമാണ്. ഈ ഇടവയ്ക്ക് വേണ്ടി, ഈ ദേശത്തുള്ള ദൈവജനത്തിന് വേണ്ടി തന്നെ പ്ലാൻ ചെയ്ത് എനിക്കൊന്ന് വിചാരിച്ച ഏകദേശം 1 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്രാർത്ഥനയിലും ചർച്ചയിലുമായിരുന്നു. അതുകൊണ്ട് വളരെ ഒരുങ്ങി ആഗ്രഹിച്ച് നടത്തുന്ന ധ്യാനമാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് നിങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് വേറെ സഹകരണം വേണ്ട, നല്ല കുമ്പസാരമാണ് ഏറ്റവും വലിയ സഹകരണം. പ്രസിലോഷ് നല്ല കുമ്പസാരം നടന്നാൽ നിങ്ങൾ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ആളെണ്ണം കൂട്ടിയതുകൊണ്ട് ഞാൻ വലിയ കാര്യമൊന്നും പറയത്തില്ല. നന്നായിട്ട് കുമ്പസാരിച്ചാൽ പറയാം നിങ്ങൾ നന്നായിട്ട് സഹകരിച്ചത്. എന്നോടല്ല, കർത്താവിനോട്, നിങ്ങൾ വസിക്കുന്ന ആത്മാവിനോട്. അപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടും. ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും കർത്താവിനെ അറിയാൻ ഇടയാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രസിലോഷ് ഉത്തനായ അനുഭവിക്കാനായി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ അറിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു ഭാഗ്യമാണ്, മഹാഭാഗ്യമായിട്ട് കാണുക. ഈ ദേശത്തുള്ള മുഴുവൻ ആളുകൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോരുക. ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ വെളിപ്പെടും. ഇത് പരിശുദ്ധമായ സ്ഥലമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥലമാണ്. വിശുദ്ധർ ജനിച്ചിരുന്ന സ്ഥലമാണ്. പുണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. എനിക്കൊന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഒരു 3 വയസ്സ് മുതൽ ഞാനിവിടെ വരാറുണ്ടായിരുന്നു. പ്രസലോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇവിടെ കൊണ്ടുവരും എല്ലാ വർഷവും. 50 വർഷത്തോളം എനിക്ക് പരിചയമുള്ള പ്രസലോൾ. അത്രയേറെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞൊരു വിശുദ്ധ സ്ഥലത്താണ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രസലോൾ നമുക്ക് നന്ന പ്രാർത്ഥിച്ച് ഒരുങ്ങി നമുക്ക് ഈ ധ്യാനം നടക്കണം. പരിശുദ്ധ അമ്മയോട് ധാരാളം ജപമാല നിങ്ങൾ ചൊല്ലണം. കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കും. പരിഹാര ശുശ്രൂഷ ചെയ്യണം. മുട്ടുമെന്ന് പ്രാർത്ഥിക്കണം. കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കണം. രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കരുത്. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകല ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ അച്ഛന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ലിസ്റ്റിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. പ്രസിലോഷ് സഭയിലെ മുഴുവൻ മക്കളും നമ്മുടെ ലിസ്റ്റിലുണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും നല്ല ദിനങ്ങളായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില അറിയിപ്പുകൾ എൻ്റെ കൂടെയുള്ള 20 വർഷമായിട്ട് എന്നോട് ശുശ്രൂഷ സഹായിക്കുന്നതാണ് ജയ്സൺ ബ്രദറുണ്ട്. അത്യാവശ്യം ചില അറിയിപ്പുകൾ നൽകുന്നു. ഈ സമയത്ത് നൽകും. അതിനുശേഷം നമ്മൾ ആരാധന നടത്തി നമ്മൾ 9 കൂടി നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിക്കും. നാളെ മുതൽ ആരാധന നിർബന്ധമായിട്ടും പങ്കെടുത്തണം. നാളെ മുതൽ വലിയൊരു ആരാധനകൾ ഇവിടെ ഉണ്ടായിരിക്കും. പ്രാർത്ഥന കൂടുതലായിട്ടുണ്ടാകും. ഇത് നമ്മൾ ആരംഭ ദിവസമായതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ചുരുക്കുന്നത്. നാളെ മുതൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരാധനയ്ക്ക് മുമ്പായിട്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ്. നാളെയും നേരത്തെ വരണം. 4 മണിക്ക് നമ്മുടെ സോഷ്യൽ ആരംഭിക്കും. നേരത്തെ വന്ന് കുർബാനയിൽ പങ്കെടുത്ത് വചനം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം.
അതുപോലെ നാളെ അച്ഛൻ പറഞ്ഞല്ലോ കുമ്പസാരവും കൗൺസിലിംഗും ഒക്കെ നാളെ ആരംഭിക്കുകയാണ്. അപ്പോൾ കുമ്പസാരം രാവിലെ 9 മണി മുതൽ 4 മണി വരെ മുഴുവൻ സമയത്ത് കുമ്പസാരം ഉണ്ടാവും. അത് പള്ളിമേടയോട് ചേർന്നാണ് കുമ്പസാരം ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് ഒരുങ്ങി വരും. ഒന്ന് ഒരുങ്ങി തന്നെ ഒന്ന് തയ്യാറാകാൻ നല്ലതാണ്, മറന്നു പോകാതെ. 10 കൽപ്പനകളും സഭയുടെ പ്രബോധനങ്ങൾ, സഭയുടെ കൽപ്പനകളൊക്കെ പരിശോധിച്ച് ഒരുങ്ങി തന്നെ വരാൻ ശ്രദ്ധിക്കണം. നേരത്തെ വന്ന് കുമ്പസാരിക്കാം. താമസിച്ച് വന്ന് ചിലപ്പം കുമ്പസാരം കിട്ടിയിരുന്ന ഒരാൾ തിരക്കാവുമ്പോൾ നേരത്തെ വരാം. അതുപോലെ വളരെ കൃപയുള്ള കൗൺസിലേഴ്സ് അച്ഛൻ പ്രാർത്ഥിച്ചൊരുക്കി. ബഹുമാനപ്പെട്ട വൈദികനും സ്റ്റേഴ്സും എൽമായ സഹോദരൻ നടക്കുന്ന കൗൺസിലിംഗ് ടീം വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ, നമുക്ക് ഡെലിവറൻസ് കിട്ടേണ്ട മേഖലകളൊക്കെ ഒന്ന് കണ്ടെത്താനായിട്ട് ആ കൗൺസിലിംഗ് നമ്മൾ ഒത്തിരി സഹായിക്കും. അപ്പോൾ കൗൺസിലിംഗ് നാളെ 9 മണി മുതൽ 3:30 വരെയാണ്. അത് പാരിഷാളിലാണ്. പക്ഷെ നമുക്കറിയാം വലിയ ജനത്തിരക്ക് ഉള്ളതുകൊണ്ട് നമുക്കൊരു ലിമിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് രാവിലെ 7 മണിക്ക് പാരിഷാളിൽ ടോക്കൺ കൊടുക്കും കൗൺസിലിങ്ങിന് വേണ്ടി. അത് സിംഗിൾ ടോക്കൺ എന്ന് വെച്ചാൽ എത്ര പേര് കുടുംബത്തിനുണ്ട് അത്രയും പേർക്ക് ഓരോരുത്തർക്ക് ഓരോ ടോക്കണാണ് വേണ്ടത്. അപ്പോൾ അത് ഒരാൾ വന്ന് ടോക്കൺ എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ 7 മണിക്ക് ടോക്കൺ എടുക്കണം. ആ ടോക്കൺ എടുക്കുന്നവർക്ക് മാത്രമേ നമുക്ക് നാളെ കൗൺസിലിംഗ് ക്രമീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൗൺസിലിങ്ങിനായിട്ട് വരുമ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട മേഖലകളൊന്ന് കണ്ടെത്തി തയ്യാറായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് വെളിപ്പെടുത്തി വലിയൊരു പ്രാർത്ഥനയാണ്. ഡൊമിനിക്കിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥന അച്ഛനോട് ഒരു മുഴുവൻ ജപമാല 7 കരുണക്കൊന്ത് ഞങ്ങൾക്ക് ചൊല്ലുന്നതാണ്. ലോകത്ത് അനേകം പേര് ചൊല്ലുന്നു. പൗലോസ്ലീഹ എഫെസ്യർ 6:18 പറഞ്ഞ പോലെ വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ പൗലോസിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ്ലീഹ സഭാകൂട്ടായ്മയോട് പറയാം. അപ്പോൾ നമ്മൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് ആ കൃപ ഒഴുകാനും നമുക്ക് സ്വന്തമാകാനായിട്ടും നമുക്ക് സാധിക്കും. സന്തോഷത്തോടെ ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ പകൽ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഡെലിവറൻസ് ശുശ്രൂഷ ഒരു താമസമുള്ള ധ്യാനത്തിലാണ് അച്ഛൻ ചെയ്യാൻ അനുവാദമുള്ളത്, ഈശോ കൊടുത്തിട്ടുള്ളത്. അവിടെ താമസമുള്ള ധ്യാനം പോലെ തന്നെ പകൽ സമയത്ത് നമ്മൾ ടിവിയുടെയും ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഉപയോഗം എല്ലാം പരിമിതപ്പെടുത്തി നമ്മൾ നല്ലൊരു ധ്യാനാനുഭവത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങി വേണം വൈകിട്ട് കൺവെൻഷൻ വരാനായിട്ട്. ഹല്ലേലൂയ. എല്ലാവരോടും പറയണം കൺവെൻഷനെ പറ്റി. ഈ ഒരു അവസരം പോകുന്നതിന് മുമ്പ് എല്ലാവരെയും നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരണം. അത് നമ്മുടെ കടപ്പാടാണ്. നമുക്ക് ഇറവ് കിട്ടുമ്പം അത് നമ്മുടെ ദേശത്തുള്ള എല്ലാവർക്കും കിട്ടട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ ചില കാര്യങ്ങൾ പറയും. അതിനുശേഷം നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. സ്തോത്ര കാഴ്ചയ്ക്കായിട്ടുള്ള നേർച്ച സമർപ്പിക്കുന്ന ഈ നേർച്ചകൾ എല്ലാം അവിടുത്തെ തിരുമുമ്പിൽ ശുശ്രൂഷയുടെ മുൻപിൽ തുടങ്ങി നിങ്ങൾ ബാസ്ക്കറ്റ് പാസ് ചെയ്യുന്നു സ്തോത്ര കാഴ്ചയ്ക്കായിട്ട്.
ഇത് കൊണ്ടുവന്ന് ഇവിടെ അതിനായിട്ടുള്ള ബാസ്ക്കറ്റ് വയ്ക്കും. അതിൽ നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതും ഇവിടെ ദിവ്യഗാനത്തിൽ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. നിൽക്കുന്ന ആളുകളുള്ളിടത്തേക്ക് സോഷ്യൽ വേഗത്തിൽ പാസ് ചെയ്യണേ. ബാക്കിയുള്ളവരും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. നമുക്ക് മുട്ടൂർ നിൽക്കാം. എല്ലാവരും മുട്ടുമേ നിൽക്കുന്നു. എൻ ജീവനെ കാണും നീ വലിയ ധാനെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയ ധാനെനിക്ക്. ആരാധന 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 ആരാധന. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. കരങ്ങളുയർത്തുന്ന യേശുവേ നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ ആരാധന ആരാധന. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈ സമയത്ത് ഈ സമൂഹത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ അസ്വസ്ഥകളെല്ലാം വിട്ടുപോകട്ടെ. അഴമേറിയ അനുതാപം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നിറയട്ടെ. സ്തുതിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ. എല്ലാ തെറ്റുകളും കെട്ടുകളും ബന്ധനം അടിഞ്ഞു പോകട്ടെ. രണ്ട് കരം ഉയർത്തുന്ന യേശുവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു. കൈയടിച്ചോ, ശക്തിയോടെ അടിച്ച് കൈയടിച്ചു പാട് ശക്തിയോടെ. ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാമത്തിൽ യേശുരക്തത്താൽ യേശുനാമത്തിൽ യേശുരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളിച്ചോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകളടിച്ച് പാടാം, കൈകളടിച്ച് പാടാം. കരമുടിയൊക്കെ അടിച്ച് പാടാം. ഈശോ
ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകൾ അടിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ ദൂരെ പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ ദൂരെ പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ 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 ഒറ്റ വിളിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കരം ഉയർത്തി യേശുവേ എന്ന് വിളിക്കണം, കൈകൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കണം, ഈശോ എന്ന് വിളിക്കട്ടെ. എല്ലാ മക്കളും ഈശോയോട് നാം വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ 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 അഭിഷേകം ഹല്ലേലൂയ 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 കൈകളടിച്ച് കൈകളടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ കൈകളടിച്ച് പാടാം, കൈകളടിച്ചോണ്ട് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ കരം ഉയർത്തി അടിച്ചു. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, ബന്ധനമഴിയട്ടെ കെട്ടുക പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ കെട്ടുക പൊട്ടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളിച്ചോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്ന സ്തുതി ആരാധന, ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്ന യേശുവേ ആരാധന ആരാധന. കൈയടിച്ച് കരം ഉയർത്തി അടിച്ച്. In the name of Jesus Christ, in the name of Jesus Christ,
In the name of Jesus Christ. 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 By the blood 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 of Jesus Christ. By the power 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 of രണ്ട് കരം ഉയർത്തി ഈശോ എന്ന് വിളിക്കണം. വിശുദ്ധിയും തരണമേ, വിശുദ്ധിയും തരണമേ. വിശുദ്ധി 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 കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അപ്പായേ വിശുദ്ധി തരണമേ. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു. 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 ഈശോ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന. കൈകളടിച്ച് പാടി ആരാധിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ബന്ധനം അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശുരക്തത്താൽ, യേശുനാമത്തിൽ, യേശുരക്തത്താൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ഒറ്റ വിളിച്ചോ. ഹല്ലേലൂയ ആരാധന. പരിശുദ്ധൻ പരിശുദ്ധൻ. ഹോളി ഹോളി. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. കണ്ണടച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏറ്റുചൊല്ലണം. അച്ഛനോട് ചേർന്ന് ഏറ്റുചൊല്ലുക. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അമർത്യനായവനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബത്തോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കരുണയുണ്ടാകണമേ. ഈ ധ്യാനത്തോട് കരുണയുണ്ടാകണമേ. ഈ ആലയത്തോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദേശത്തോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പൂർവികരോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയുണ്ടാകണമേ. യുവതി യുവാക്കളോട് കരുണയുണ്ടാകണമേ. കുഞ്ഞുങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടയിലെ രോഗികളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടയിലുള്ള പാപികളോട് കരുണയുണ്ടാകണമേ. തകർന്ന ജീവിതങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ ഭവനങ്ങളുടെ മേലും കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കണ്ണുനീരിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ അനീതികളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ തകർച്ചകളുടെ മേൽ കരുണയുണ്ടാകണമേ. തകർച്ചകളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ കരുണയുണ്ടാകണമേ. കരുണയുണ്ടാകണമേ. കർത്താവേ കർത്താവേ, ഞങ്ങളിലുള്ള അങ്ങയുടെ അങ്ങയുടെ ചൈതന്യത്തെ ആത്മാവിനെ അനുഭവിക്കുവാൻ അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഇടയാക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നുള്ള വലിയ ജ്ഞാനം, വലിയ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ കൃപ തരണമേ. മറ്റുള്ളവരുടെ ശരീരങ്ങളെയും പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ ഈശോയെ, ഞാനും ഇവരും നാളിതുവരെയും അങ്ങയുടെ തിരുമുമ്പിൽ രഹസ്യമായും പരസ്യമായും വാക്കാലും വിചാരത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കരുണയുണ്ടാകണമേ. സമ്പത്തിന്റെ മേൽ കരുണയുണ്ടാകണമേ. ജോലിയുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ശരീരത്തിന്റെ മേൽ കരുണയുണ്ടാകണമേ. കുടുംബത്തിന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈ ഇടവകയുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ കരുണയായിരിക്കണമേ. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഉച്ചത്തിൽ പറഞ്ഞ് എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എന്നോട് കരുണയുണ്ടാകണമേ. എനിക്ക് പാപബോധം തരണമേ. പശ്ചാത്താപം തരണമേ. അനുതാപം തരണമേ. മാനസാന്തരം തരണമേ. രണ്ട് കരമെത്തുന്ന യേശുവേ എന്ന് വിളിക്കുന്ന സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തി, കൈകൾ ഉയർത്തി വിരിച്ചു പിടിച്ച് കണ്ണടച്ച് ഒരു നിമിഷം മനസ്സുകൊണ്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിച്ച് ആരെയും നോക്കണ്ട, ദൈവസന്നിധിയിലാണ് നിൽക്കുക. കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യോശുവയുടെ പുസ്തകത്തിൽ 3:5 പറയുന്ന പോലെ, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും ജീവിതത്തിലും അവശേഷിക്കുന്നുണ്ടോ അത് എടുത്തു കളയണം. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധ. റോമാലേഖനം 12:1-2 ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിൻ്റെ പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നല്ലതും പ്രീതിജനകമായതും ദൈവഹിതമെന്തെന്നും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവമേ, ഞങ്ങൾക്ക് വിശുദ്ധി തരണമേ. യഥാർത്ഥ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യഥാർത്ഥമായ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. വിശുദ്ധ അഗസ്തീനോസ് ഈ ദിനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ദേശങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മോനിക്ക പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വലിയൊരു മാനസാന്തര അനുഭവം ഞങ്ങളുടെ കുടുംബങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കണമേ. ഞങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ദൈവ ചൈതന്യത്തെ അനുഭവിക്കാൻ അറിയാനുമുള്ള കൃപ തരണമേ. 2 കരമെത്തുന്ന ഈശോയെ എന്ന് വിളിക്കുന്ന ഉച്ചത്തിൽ ഈശോ സ്തുതിക്കുന്നു, 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 സ്തുതി ആരാധന. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആരാധന. നമുക്ക് മുട്ടുമെന്നിക്കാം. നമുക്ക് മുട്ടുമെന്നുകൊണ്ട് മുട്ടുമെന്നിക്കാം.
മുട്ടുമെന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും അർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബം മുഴുവൻ്റെ മേലും മടക്കയാത്രയുടെ മേലും ഈ ദേശം മുഴുവൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശ് വരയ്ക്കുക. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഉള്ള ശത്രുക്കളെ രക്ഷിക്കുക. തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.